എല്ലാവർക്കും നമസ്കാരം. റീഡേഴ്സ് ഫോറത്തിന്റെയും ഇംഗ്ലീഷ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ നടത്തുന്ന പുസ്തക ചർച്ച നാം ഇന്നും ഇവിടെ തുടരുകയാണ്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ടിജി സക്രിയ സർ, ആദരണീയനായ ലൈബ്രറിയൻ ജിജി സർ, റീഡേഴ്സ് ഫോറം ടീച്ചേഴ്സ് ഇൻചാർജ് ബിൻസി മിസ്, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് HOD സജി മിസ്, IQAC കോർഡിനേറ്റർ സിന്ധു മിസ്, സന്തോഷ് പോത്തരൈ സർ, ഇവിടെ പുസ്തക ചർച്ചയിലേക്ക് പങ്കെടുക്കുവാൻ എത്തിയിരിക്കുന്ന മറ്റുള്ള അധ്യാപകരെ, അനധ്യാപകരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ എല്ലാവരെയും ഈ പുസ്തക ചർച്ചയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി ആദരണീയനായ ജിജി മത്തായി സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ഡോക്ടർ ടിജി സക്രിയ സാർ, ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ സജി ടീച്ചർ, IQAC കോർഡിനേറ്റർ സിന്ധു മിസ്, ഇന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്ന ഹീര ജോബ്, മറ്റ് അധ്യാപകരെ, അനധ്യാപകരെ, അതുകൊണ്ട് ഈ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന നൈസ് മെറിൻ ജോയി, കഴിഞ്ഞ ജൂൺ 19 മുതൽ 26 തീയതി വരെ IQACയുടെയും ഇംഗ്ലീഷ് അസോസിയേഷൻ്റെയും റീഡേഴ്സ് ഫോറത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വായന ദിനവും വായന വാരാചരണവും നടത്തുകയുണ്ടായി. നമ്മൾ നേരത്തെ പിറവം മുനിസിപ്പൽ ലൈബ്രറി ആയിട്ട് കൈകോർത്ത് പുസ്തകം പരിചയപ്പെടുത്തുന്ന പ്രോഗ്രാം തുടങ്ങി വയ്ക്കുകയുണ്ടായി. നിർഭാഗ്യവശാൽ കോവിഡ് മഹാമാരി കാരണം നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഇപ്പോൾ ഓൺലൈനായിട്ട് ഈ പ്രോഗ്രാം ഭംഗിയായി നടന്നു പോകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. റീഡേഴ്സ് ഫോറത്തിൻ്റെ പ്രവർത്തന ലക്ഷ്യം തന്നെ വായനയെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. വലിയൊരു ജനക്കൂട്ടത്തെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. വായനയുമായി, പുസ്തകവുമായി താല്പര്യമുള്ളവർ ഒത്തുകൂടുന്നു, ഒരു പുസ്തകം അവതരിപ്പിക്കുന്നു, ചർച്ച ചെയ്യുന്നു, അത് ആസ്വദിക്കുന്നു. ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ സ്റ്റാഫ് അംഗങ്ങളെയും, പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെയും ഇതിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഒപ്പം ഇന്ന് ഈ പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഹീര ജോബ്, നമ്മുടെ BBC കുടുംബത്തിലെ അംഗം തന്നെയാണ്. ഡേസി ചേച്ചിയുടെ മകൾ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ BTech ബിരുദധാരി, UST ഗ്ലോബലിൽ അസോസിയേറ്റ് ഡെവലപ്പറായി ജോലി ചെയ്യുന്നു. പ്രതിഭ റായിയുടെ യജ്ഞസേനി എന്ന പുസ്തകമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഹീര ജോബിനെ സന്തോഷപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എല്ലാ അധ്യാപകരെയും, അനധ്യാപകരെയും, വിദ്യാർത്ഥി എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. നമസ്കാരം. Okay, sorry. Marin, nice. You can continue. എന്തെങ്കിലും പറയാനുണ്ടായിരുന്നെങ്കിൽ. Okay. So, ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ടിജി സക്രിയ സർ, ഇവിടെ എൻ്റെ അച്ഛനും അമ്മയും, പിന്നെ സജി മാം, സിന്ധു മാം, ജിജി മാഷ്, എനിക്ക് അറിയുന്ന എല്ലാ teachers and non-teaching staff, all the students and everyone else who's present over here. So, first of all, ഇങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനെ വായന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ നിങ്ങൾ സംഘടിപ്പിച്ചതിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വളരെ ഭംഗിയായി ജിമാഷ് പറഞ്ഞ പോലെ കൊണ്ടുപോകുന്നതിലും എന്താ പറയുക, അത് വളരെ 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 എന്താ പറയുക ഭംഗിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ ഇപ്പോൾ വായന എന്ന് പറഞ്ഞ ശീലം കംപ്ലീറ്റ്ലി മാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജനറേഷനിൽ ഇങ്ങനെ ഒരു എന്താ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിസ്റ്റം കൊണ്ടുവന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ വളരെ അധികം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അതിനെ എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഇതിൽ ഒരു പാർട്ടാവാൻ വേണ്ടി എനിക്കൊരു ചാൻസ് തന്നതിന് ഞാൻ അതിനും ഒരുപാട് താങ്ക് യു പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, സോ യജ്ഞസേനി എന്ന് പറഞ്ഞ ഈ പുസ്തകം, യജ്ഞസേനി എന്ന് പറഞ്ഞ ഈ ബുക്ക് എഴുതിയിരിക്കുന്നത് പ്രതിഭ റായ് ആണ്. പ്രതിഭ റായ് എന്ന് പറഞ്ഞ ഒരു ഒഡീഷ്യൻ റൈറ്റർ ആണ്. So Pratibha Rai is basically a humanitarian. She, through her books, she basically, puts forth the concept of social equality and integrity
again, she also put it through, no, it's not like she's a feminist, but then she also puts forth the concept of, peace and integrity also along with it. So പ്രതിഭ റായ് ഇതുപോലെ തന്നെ ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അരണ്യ, മോക്ഷ എന്നൊക്കെ പറഞ്ഞിട്ട്. യജ്ഞസേനി ഹാസ് ആക്ച്വലി വൺ 2 അവാർഡ്സ് ആൻഡ് ഓൾ. സോ യജ്ഞസേനി പറഞ്ഞ ഈ പുസ്തകം ഞാൻ ആക്ച്വലി വായിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിൽ ഒരുപാട് അത്യാവശ്യം എല്ലാവരും വായനാശീലമുള്ള അത്യാവശ്യം എല്ലാവരും വായിച്ചിട്ടുണ്ടാവും MT വാസുദേവൻ നായരുടെ എന്താ പറയാ രണ്ടാമൂഴം എന്ന് പറഞ്ഞ പുസ്തകമല്ല. അതായത് നമ്മുടെ മഹാഭാരതം ഭീമസേനൻ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ, അല്ലെങ്കിൽ ഭീമസേനൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ പാണ്ഡവന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പെർസ്പെക്ടീവിൽ നിന്ന് എഴുതിയേക്കുന്ന പുസ്തകമാണ് രണ്ടാമൂഴം. സോ രണ്ടാമൂഴം എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആവാൻ കാരണം, യഥാർത്ഥ മഹാഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഴുതിയേക്കുന്നത് ശ്രീകൃഷ്ണന്റെ ഒരു ഡിസിപ്പിളിൽ നിന്നാണ്, അല്ലെ? അവരുടെ ഒരു പെർസ്പെക്റ്റീവ് ആണ് നമുക്ക് ഇതുവരെ കേട്ടിട്ടുള്ളൂ. അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഹീറോയിക് ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ ഉള്ളിലുള്ള അവരുടെ വികാരം, അവരെങ്ങനെയാണ് ഈ ഹോൾ എന്താ പറയുക ഈ ഒരു ഹോൾ സിനാരിയോ, ഈ ഒരു ചരിത്രത്തെ അല്ലെങ്കിൽ ഒരു ഐതിഹ്യത്തെ കണ്ടത് എന്നുള്ള ഒരു എന്താ പറയാ ആ ഒരു കോൺസെപ്റ്റ്, ഒരു ഐഡിയ ആണ് രണ്ടാമൂഴം എന്ന് പറഞ്ഞ പുസ്തകത്തിന് ഒരുപാട് സക്സസ്ഫുൾ ആക്കിയത്. ഓക്കെ. അതുപോലെ തന്നെ യജ്ഞസേനി എന്ന് പറഞ്ഞ പുസ്തകം ദ്രൗപദിയുടെ, അതായത് ഈ പഞ്ചപാണ്ഡവന്മാരുടെ ഭാര്യ ഏർപ്പെടുന്ന ദ്രൗപദിയുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ പെർസ്പെക്റ്റീവ് എഴുതിക്കുന്ന പുസ്തകമാണ് യജ്ഞസേനി. സോ ഇൻ എ വേ എന്ന് പറഞ്ഞാൽ എന്താ പറയാ, ഇപ്പോ എന്താ പറയാ രണ്ടാമൂഴവും യജ്ഞസേനിയും സെയിം കഥയാണ്. സോ ഇതിന്റെ സ്റ്റോറി ലൈൻ വിവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്യാവശ്യം വളരെ എളുപ്പമുള്ള കാര്യമാണ്. കാരണം മഹാഭാരത ചരിത്രം ഇവിടെ ഉള്ള എല്ലാവർക്കും അത്യാവശ്യം അറിയുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതില് ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല വേറെ ഒരാൾ ചിന്തിക്കുന്നത്, അല്ലെ? അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരാള് അവർക്ക് വേണ്ടി നമ്മൾ സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ കഥ നമ്മൾ എഴുതുമ്പോൾ അവരുടെ ഒരു ചിന്താഗതി ഒന്നായിരിക്കില്ല ഒരു പക്ഷേ എഴുതുന്നത്, നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പൊ വളരെ ചുരുക്കം ആൾക്കാരാണ് അങ്ങനെ ഒരു ക്യാരക്ടറിന്റെ പോയിന്റ് ഓഫ് വ്യൂ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ ഒരു സ്റ്റോറി ലൈൻ എടുക്കുള്ളൂ. പ്രത്യേകിച്ച് എന്താ പറയാ ദ്രൗപദിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ കോൺട്രവേഴ്ഷ്യൽ, അല്ലെങ്കിൽ അത്രയും എന്താ ഒരു സ്ക്രൂട്ടനൈസ് ചെയ്ത് നമുക്ക് എഴുതേണ്ടി വരുന്ന ഒരു എന്താ പറയാ ഒരു കഥയായിരിക്കാം. ബിക്കോസ് ദ്രൗപദി എന്ന ക്യാരക്ടർ പവിത്രയാണ്, സതിയാണ് എന്ന് പറയുന്നതിന് ഒപ്പം തന്നെ ഒരുപാട് കോൺട്രവേഴ്സിയും ഒരുപാട് എന്താ പറയാ സൊസൈറ്റിയിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കുറെ കമന്റ്സും എല്ലാം റിസീവ് ചെയ്യേണ്ട ഒരു കഥാപാത്രമാണ് ദ്രൗപദി സ്വാഭാവികമായിട്ടും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഇതില് ഈ പ്രതിഭ റായ് ഈ ഒരു സ്റ്റോറി എഴുതാൻ എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളത് അവര് ഇതിൽ ബുക്കിൽ വിവരിച്ചിട്ടുണ്ട് അവസാനം. അതായത് പ്രതിഭ റായ്ക്ക് ഒരു സുഹൃത്തിന്റെ ഒരു സഹോദരിയുണ്ട്. ഓക്കെ. സഹോദരിയുടെ പേര് കൃഷ്ണ എന്നാണ്. സോ ദ്രൗപദിക്ക് മറ്റു ചില പേരുകളുമുണ്ട്. ഒന്ന് കൃഷ്ണ, പാഞ്ചാലി, പാഞ്ചാലപുത്രി, പാഞ്ചാലി, ഇതെല്ലാം ദ്രൗപദിയുടെ പേരാണ്. ഓക്കെ. സോ കൃഷ്ണ എന്ന് പറയുന്ന ഈ പ്രതിഭ റായുടെ ഈ സുഹൃത്ത്, ഓക്കെ, സോ അവള് ഡിവോഴ്സ്ഡ് ആണ്. ഓക്കെ. സോ ദിസ് വുമൻ ഗോട്ട് ഡിവോഴ്സ്. ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു തെറ്റുകൊണ്ട് തന്നെ ഡിവോഴ്സ് ആയിട്ടുള്ള സ്ത്രീയാണ്. ഇവരെ ആദ്യമേ എല്ലാവരും സഹതപിക്കുന്നു, എല്ലാവരും എന്താ പറയാ ഒരുപാട് സിമ്പത്തൈസ് ചെയ്യുന്നുണ്ട് കൃഷ്ണയുമായിട്ട്. ബട്ട് ദെൻ കൃഷ്ണ ഡിസൈഡ്സ് ടു മൂവ് ഓൺ, അപ്പോ ഷീ ഗോസ് അബ്രോഡ്. കൃഷ്ണ പുറത്തേക്ക് പോകുന്നു, അവിടെ ഉള്ള ഒരാളുമായിട്ട് സ്നേഹത്തിലാവുന്നു, അവിടെ ഉള്ള ഒരാളെ വിവാഹം കഴിക്കുന്നു. സോ ഇത്രയും നാളും കൃഷ്ണയെ സിമ്പത്തൈസ് ചെയ്തുകൊണ്ടിരുന്ന, കൃഷ്ണയുടെ മേലിൽ പിറ്റി ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരെ കൃഷ്ണ രണ്ടാമത് വിവാഹം കഴിച്ചപ്പോൾ കൃഷ്ണ ഇങ്ങനെ കുറ്റം പറയാണ്, അല്ലെങ്കിൽ എന്താ പറയാ പുറകിൽ നിന്ന് സംസാരിക്കുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ തന്നെ അവളുടെ പേര് കൃഷ്ണയല്ലേ, പാഞ്ചാലിക്ക് 5 വൈഫ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ട് രണ്ടാമത് വിവാഹം കഴിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അങ്ങനത്തെ ഒരു പ്രജുഡിസ്റ്റിക് തോട്ട്, ഈ ഒരു തോട്ട് പ്രോസസ് കേൾക്കേണ്ടി വരുന്ന നമ്മളുടെ ഓഥറിന് ഉണ്ടായ ഒരു മാനസിക ബുദ്ധിമുട്ടിൽ നിന്ന് ഉണ്ടായ ഒരു പുസ്തകമാണ് യജ്ഞസേനി. ഓക്കെ. സോ ഇതിന്റെ ഒരു റഫ് സ്റ്റോറി ലൈൻ ഞാൻ പറയാം. യജ്ഞസേനി എന്ന് പറഞ്ഞ ഈ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഈ മഹാഭാരത ചരിത്രം, ഈ ഒരു വാറിന്റെ എൻഡ് എല്ലാം കഴിയുന്ന ഒരു സാഹചര്യമാണ്. അതായത് യുധിഷ്ഠിരൻ ഹസ്തിനാപുരി അത് എന്താ പറയാ ലൈക്ക് റൂൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അതിന്റെ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് ഇവര് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. ഇത് കൈലാസ പർവ്വതം കയറി സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു സമയത്താണ് യജ്ഞസേനി കഥ എഴുതിക്കുന്നത്. യജ്ഞസേനി എന്ന് പറയുന്നതും ദ്രൗപദി തന്നെയാണ് കേട്ടോ. ഓക്കെ. സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചപാണ്ഡവന്മാരും യജ്ഞസേനയും കൈലാസത്തിലേക്ക് നടന്നു പോവുകയാണ്. ഇടയ്ക്ക് വെച്ചിട്ട് യജ്ഞസേനി വീണു പോവുകയാണ് പുറകില്. ഓക്കെ. യജ്ഞസേനി വീണ്ടും പോയപ്പോൾ ഇത്രയും എന്താ പറയാ ആയുഷ്കാലം മുഴുവനും അവൾക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടും കൂടി അവളുടെ മേൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങളും അവളുടെ 5 ഭർത്താക്കന്മാർ, അതായത് ലോകത്ത് ചരിത്രത്തില് ഇതിനു മുന്നേ ഒരു സ്ത്രീക്ക് നമ്മൾക്ക് സതി എന്നറിയപ്പെടുന്ന മറ്റൊരു സ്ത്രീക്ക് വന്നാണ് 7 ഭർത്താക്കന്മാരെ സ്വീകരിക്കേണ്ട ഒരു അവസ്ഥ. പക്ഷെ അവർ ദേവിയായിരുന്നു, അവർ മായായിരുന്നു. പക്ഷെ ഇങ്ങനെ ഒരു സാധാരണ സ്ത്രീക്ക് 5 ഭർത്താക്കന്മാരുടെ കൂടെ ഇത്രയും കാലം ഇതെല്ലാം സഹിച്ച് ജീവിക്കേണ്ടി വന്നിട്ടും യജ്ഞസേനി വീണപ്പോൾ അവളെ പിടിച്ചുയർത്താനോ എന്തിനു തിരിഞ്ഞു നോക്കാനോ ഈ 5 ഭർത്താക്കന്മാരിൽ ആരും ഉണ്ടായിരുന്നില്ല.
അപ്പോൾ എന്താ പറയാ, ഭീമസേനൻ ഇത് കേട്ടിട്ട് പറയാണ്, യുധിഷ്ഠിരനോട് പറയാണ് യജ്ഞസേനി വീണിരിക്കുന്നു അല്ലെങ്കിൽ കൃഷ്ണ വീണിരിക്കുന്നു എന്ന് പറയുമ്പോൾ യുധിഷ്ഠിരന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന റെസ്പോൺസ് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ തിരിഞ്ഞു നോക്കരുത്, നടന്നുകൊള്ളുക, അവള് വീണത് അവളുടെ കുറ്റമാണ്. അതിൽ യജ്ഞസേനിയുടെ കുറ്റമെന്ന് അവർ വിശേഷിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, യജ്ഞസേനി ഈ 5 ഭർത്താക്കന്മാരിലും അർജുനനെ കൂടുതൽ സ്നേഹിച്ചിരുന്നു എന്നാണ്. സോ ബേസിക്കലി ഇതാണ് സ്റ്റോറിയുടെ ഒരു ബിഗിനിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ യജ്ഞസേനി അവളുടെ എന്താ പറയാ താങ്ങാനാവാത്ത ഈ വിഷമങ്ങളും ഇതിനുണ്ടാവുന്ന ഫ്രസ്ട്രേഷനും എല്ലാം അവളുടെ സഖായ കൃഷ്ണനോട് അറിയിക്കുകയാണ്. ഓക്കെ, സോ ഇവളുടെ ജീവിത ചരിത്രം, അതായത് ഇവളുടെ ജനനം മുതൽ ഇവളുടെ ഈ ഒരു പോയിന്റ് ഓഫ് ടൈം വരെയുള്ള എല്ലാ കാര്യങ്ങളും അവളൊരു ലെറ്റർ ആയിട്ട്, ഒരു എന്താ പറയാ ഒരു എഴുത്തായിട്ട് ശ്രീകൃഷ്ണന് വേണ്ടി സമർപ്പിക്കുകയാണ് കൈലാസത്തിൽ വെച്ചിട്ട്. ഓക്കെ, ഇതാണ് യജ്ഞസേനിയുടെ സ്റ്റോറി ലൈൻ. സോ യജ്ഞസേനി എന്ന് പറഞ്ഞ ഈ കഥാപാത്രം, അല്ലെങ്കിൽ പാഞ്ചാലി, ദ്രൗപദി ഉടലെടുക്കുന്നത് തന്നെ പാഞ്ചാലിക്ക് ഒരു നോർമൽ ബേർത്ത് ആയിരുന്നില്ല. പാഞ്ചാലി എന്ന് പറഞ്ഞ ഒരു കഥാപാത്രം തന്നെ അവള് ജീവിച്ചത് അല്ലെങ്കിൽ അവള് ജനിച്ചത് തന്നെ എന്താ പറയാ പാഞ്ചാലിയുടെ അച്ഛൻ, പാഞ്ചാല ദേശത്തെ രാജാവിന് ദ്രോണാചാര്യരുള്ള പ്രതികാരത്തിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു. അത് അതിനു വേണ്ടി ഉണ്ടാക്കിയ ഒരു യാഗത്തിൽ, അതിനു വേണ്ടി പെർഫോം ചെയ്തൊരു യാഗത്തിൽ നിന്നുണ്ടായ എന്താ പറയുക യാഗാഗ്നിയിൽ നിന്നുണ്ടായ ഒരു പ്രോഡക്റ്റ് ആണ് രണ്ടുപേരും, യജ്ഞസേനിയും യജ്ഞസേനിയുടെ സഹോദരനായിട്ട് ദൃഷ്ടദ്യുമ്നനും. ഓക്കെ, സോ തുടക്കം മുതൽ ഒടുക്കം വരെ യജ്ഞസേനി എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ, അതായത് യജ്ഞസേനി എന്ന് പറഞ്ഞാൽ തന്നെ യാഗാഗ്നിയിൽ നിന്നുണ്ടായ, അതായത് യജ്ഞത്തിൽ നിന്നുണ്ടായ ഒരു എന്താ പറയുക പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടായ ഒരു ഫലം എന്ന രീതിയിലാണ് യജ്ഞസേനി, അതായത് എന്താ പറയാ നീലത്താമരയുടെ നിറമായിട്ട് വളരെ സുന്ദരിയായ ഒരു ക്യാരക്ടറായിട്ടാണ് യജ്ഞസേനിനെ കാണിച്ചിരിക്കുന്നത്. അതായത് എന്താ പറയുക 3 ലോകത്തെ ക്ഷത്രിയന്മാരും ബ്രാഹ്മണന്മാരും എല്ലാവരും ധനത്തെക്കാൾ ഒരുപാട് ആഗ്രഹിക്കപ്പെടുന്ന ഒരു പെൺകുട്ടിയായിട്ടാണ് യജ്ഞസേനിയെ കാണുന്നത്. ഓക്കെ, സോ യജ്ഞസേനയുടെ പ്രൈമറി കോൺസെപ്റ്റ് എന്ന് പറയുന്നത് തന്നെ പ്രതികാരം, അല്ലെങ്കിൽ എന്താ പറയാ പിതാവിന് അപമാനിക്കപ്പെട്ട പിതാവിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രതികാരം, അതിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് യജ്ഞസേന ജനിച്ചിരിക്കുന്നത് തന്നെ. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ ഈ ബുക്കിന്റെ മെയിൻ ഒരു ഫീച്ചർ അല്ലെങ്കിൽ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബുക്ക് നമ്മളെ പ്രത്യേകിച്ച് നമ്മളുടെ എന്താ പറയാ നമ്മളുടെ ചിന്തയിലേക്ക് ബുക്ക് ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ഓഥർ നമ്മളെ ഒന്നും അടിച്ചേൽപ്പിക്കുന്നില്ല. പകരം നമ്മൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ലീവ് ചെയ്തിട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് ബുക്ക് വായിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പോയിന്റ് എന്താ പറയാ ഇറ്റ്സ് സോർട്ട് ഓഫ് ഹിപ്പോക്രിറ്റിക്കൽ, യുനോ ലൈക്ക് നമ്മൾക്ക് ഒരു ഫെമിനിസ്റ്റിക് ചിന്താഗതിയിലും ചിന്തിക്കാൻ പറ്റില്ല, അല്ലാതെ നോർമൽ ഒരു ചിന്താഗതിയിലും ചിന്തിക്കാൻ പറ്റില്ല. നമ്മൾ എങ്ങനെ ഡിസിഷൻ എടുക്കും, നമ്മളുടെ ഒരു ചിന്താഗതിനെ ഒരുപാട് ഉണർത്തുന്ന, നമ്മൾ ഏത് രീതിയിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് ഒരുപാട് നമ്മളെ തന്നെ ബോധ്യമാക്കുന്ന ഒരു ബുക്കാണ് ആക്ച്വലി. സോ എക്സ്ക്യൂസ് മീ, മൈ പോയിന്റ് ഇസ് എന്താ പറയാ സോ യജ്ഞസേനി, റൈറ്റ്. സോ യജ്ഞസേനി എന്ന് പറഞ്ഞ ഈ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം സമർപ്പിക്കപ്പെട്ടത്, അവളുടെ മനസ്സിൽ ആദ്യമായിട്ട് അവളായിട്ടല്ല അവളുടെ പിതാവായിട്ടും എല്ലാം കൊണ്ടും സമർപ്പിക്കപ്പെട്ട ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനാണ്. യജ്ഞസേനി ആദ്യമായിട്ട് സ്നേഹിച്ചതും ആഗ്രഹിച്ചതും എല്ലാം ശ്രീകൃഷ്ണനെയാണ്. എന്നിട്ടും അവൾക്ക് എന്ന് പറഞ്ഞ ഒരു രാജകുമാരിയായിട്ട് ജനിച്ചിട്ടും എന്തും സ്വന്തമായി തിരഞ്ഞെടുക്കാനുള്ള ഒരു ഇതുണ്ടായിട്ടും ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ അവൾക്ക് സ്വന്തമായിട്ടൊരു ചോയ്സ് കിട്ടുന്നില്ല ഒന്നിലും. ഓക്കെ, സോ എന്താ പറയുക യജ്ഞസേനിയുടെ ഫ്രസ്ട്രേഷനും എല്ലാം പറയുന്നുണ്ട്. സോ ശ്രീകൃഷ്ണന് നേരത്തെ തന്നെ അറിയാമായിരുന്നു യജ്ഞസേനി അർജുനന് വേണ്ടിയിട്ടുള്ള കുട്ടിയാണ്, അല്ലെങ്കിൽ അർജുനന് വേണ്ടിയിട്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു സ്ത്രീയാണെന്ന്. ശ്രീകൃഷ്ണൻ ആ ഒരു ചിന്താഗതി യജ്ഞസേനിയെ അറിയിക്കുന്നു. യജ്ഞസേനി ശ്രീകൃഷ്ണനുള്ള ആരാധന മൂലം അത് ആക്സെപ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സോ ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അർജുനനും ശ്രീകൃഷ്ണനും 2 ശരീരമാണെങ്കിലും ഒരേ മനസ്സാണ്, ഒരേ ആത്മാവാണ്. അതുകൊണ്ട് തന്നെ യജ്ഞസേനി പൂർണ്ണ മനസ്സോടെ അർജുനനെ സ്വീകരിക്കുകയാണ് അവിടെ. ഓക്കെ, അപ്പൊ തുടക്കത്തിൽ തന്നെ അർജുനന് വേണ്ടി ജനിക്കതാണ്, അർജുനന് വേണ്ടിയിട്ടാണ് എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഒരു സ്വയംവരം അവിടെ ആവശ്യമായിരുന്നു? ഓക്കെ, ഒരു രീതിയിൽ പറഞ്ഞാൽ രാജകുമാരിയാണ്, സ്വയംവരം ഒരു അനിവാര്യമായിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഒരു തുടക്കത്തിൽ മുതൽ നമ്മൾ എന്താ പറയാ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്വയംവരം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്നൊരു കോൺസെപ്റ്റ് നമ്മുടെ ചിന്താഗതിയിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു സ്വയംവരം ഒഴിവാക്കിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ കർണൻ അവിടെ ഇൻസൾട്ട് ആവില്ലായിരുന്നു. അതുപോലെ തന്നെ വേറൊരു ക്യാരക്ടറും പറയുന്നുണ്ട്, കർണൻ എന്ന കഥാപാത്രത്തോടും യജ്ഞസേനി അത്യാവശ്യം ആകൃഷ്ടയായിരുന്നു. സോ കർണൻ ആദ്യമായിട്ട് വന്നപ്പോഴും കർണൻ എന്താ പറയാ തീർച്ചയായും യജ്ഞസേനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു കോമ്പറ്റീഷനിൽ കർണൻ തീർച്ചയായും ജയിച്ചേനെ. അത് എനിക്ക് തോന്നുന്നു 2-ാം ഊഴത്തിലും അത് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. യജ്ഞസേന അത് കണ്ടപ്പോൾ അട്രാക്റ്റഡ് ആവുകയും ചെയ്തിട്ടുള്ള ഒരു ആളാണ്. പക്ഷെ എന്നിട്ടും അവൾക്കൊരു ചോയ്സ് ഉണ്ടായിരുന്നില്ല. അവിടെ ദൃഷ്ടദ്യുമ്നൻ കർണനെ അപമാനിച്ചു വിടുകയാണ് ചെയ്ത ഒരു എന്താ പറയാ ചാരിയറ്റിന്റെ മകനായിട്ട്, റൈറ്റ്. സോ അങ്ങനെ ഒരു പക്ഷെ ആ ഒരു സാഹചര്യം ഒഴിവാക്കുക, എല്ലാം അറിഞ്ഞിട്ടും ശ്രീകൃഷ്ണൻ ഉൾപ്പെടെ ഇങ്ങനെയൊക്കെ ആവണമെന്ന് അറിഞ്ഞിട്ടും എന്താ പറയാ യജ്ഞസേനി മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് ഒരു കരുവായി വീഴുകയാണ്. ഒരു സ്ത്രീ ആയതിന്റെ പേരിൽ അവൾക്ക് ഒരിക്കലും ഒരു ചോയ്സ് എന്നൊരു ഓപ്ഷൻ കിട്ടിയിട്ടില്ല എന്നൊരു പോയിന്റ് ഓഫ് വ്യൂ ആണ് എഴുതിയിരിക്കുന്നത്. എന്നിട്ടും അവള് എന്താ പറയാ അവളുടെ ഡിഗ്നിറ്റിയിലൂടെ എല്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. സോ യജ്ഞസേനയെ അർജുനൻ വിവാഹം കഴിക്കുകയാണ്. വിവാഹം കഴിഞ്ഞിട്ട് പോകുന്ന സമയത്ത്
നമുക്കെല്ലാം അറിഞ്ഞ കഥയാണ് എന്തുകൊണ്ടാണ് യജ്ഞസേനി പാഞ്ചാലിയാവാൻ കാരണമെന്ന് വെച്ചാൽ യുധിഷ്ഠിരൻ അമ്മയോട് വിളിച്ച് പറയാണ്, അമ്മയെ നമ്മൾ എന്നൊരു ഒരു ഗിഫ്റ്റ് കൊണ്ടാണ് വന്നിരിക്കുന്നത് എന്ന് പറയാണ്. സോ എല്ലാ ദിവസവും യുധിഷ്ഠിരൻ അമ്മയോട് ഇത് പറയുന്നതാണ്. വീട്ടിൽ ചെന്നിട്ട് 5 പേരും യുധിഷ്ഠിരൻ ഇങ്ങനെ പുറത്ത് വന്ന് വിളിച്ചു പറയുന്നതാണ്. അപ്പോൾ അമ്മ അകത്തുനിന്ന് നോക്കാതെ തന്നെ വിളിച്ചു പറയുന്ന സ്ഥിരമായി നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 5 പേരും പങ്കിട്ടെടുത്തുകൊള്ളുക എന്നുള്ളത്. അത് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ട് യുധിഷ്ഠിരൻ യജ്ഞസേനയെ കൊണ്ട് ചെന്നപ്പോഴും എന്തുകൊണ്ട് അതൊരു സ്ത്രീയാണ്, അത് അർജുനന്റെ ഭാര്യയായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അറിയിച്ചില്ല എന്നുള്ളതിന്റെ എന്താ പറയാ യജ്ഞസേനയുടെ അഗാധമായ ദുഃഖം, ആ ഒരു എന്താ പറയാ യാഥാർത്ഥ്യം നമ്മൾക്ക് അവിടെ എന്താ പറയാ ചിന്തിക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ അഗൈൻ എന്താ പറയാ ഇവിടെ എന്ന് വെച്ചാൽ യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞ ധർമ്മത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരാളാണ്. യുധിഷ്ഠിരനെ യജ്ഞസേന വിവരിക്കുന്നതെന്ന് വെച്ചാൽ മാനുഷികമായ ക്യാരക്ടേഴ്സ് ഒന്നും യുധിഷ്ഠിരനില്ല. അതായത് സിമ്പത്തി, ബന്ധങ്ങളോടുള്ള സ്നേഹം, നമ്മൾക്ക് അങ്ങനെയുള്ള സ്നേഹങ്ങളൊന്നും യുധിഷ്ഠിരൻ യജ്ഞസേനി വിശേഷിപ്പിക്കുന്നില്ല. യജ്ഞസേനി പറയുന്നത് അനുസരിച്ച് യുധിഷ്ഠിരൻ എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു ക്യാരക്ടറാണ്. അയാൾക്ക് ഇഹലോകത്തിലുള്ള അദ്ദേഹത്തിന് ഇഹലോകത്തിലുള്ള മനുഷ്യരുമായിട്ടോ ബന്ധങ്ങളുമായിട്ടോ യാതൊരുവിധ അറ്റാച്ച്മെന്റോ അങ്ങനെ ഒന്നുമില്ല. അദ്ദേഹത്തിന് ധർമ്മമാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ അമ്മയുടെ വായിൽ നിന്ന് ഉച്ചരിക്കപ്പെട്ട ഒരു വാക്കായതുകൊണ്ട് യുധിഷ്ഠിരൻ അത് എന്താ പറയാ അത് നടത്തുവാൻ വേണ്ടിയിട്ട് നിർബന്ധം കൊള്ളുകയാണ്. അന്നേരവും യജ്ഞസേനി ആഗ്രഹിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഇത്രയും നാള് മനസ്സിൽ കൊണ്ടു നടന്ന് അവൾ ആഗ്രഹിച്ച അവളുടെ ഭർത്താവ്, അവളുടെ വിവാഹം കഴിച്ച അവളുടെ ഭർത്താവ് അവൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമെന്നാണ്. അന്നേരം ഒരു സ്ത്രീ ആയതിന്റെ പേരിലും അവിടെ എന്താ പറയാ അവൾക്ക് അവിടെ ഒരു വോയിസ് കിട്ടുന്നില്ല. അർജുനനും പറയാണ്, അമ്മയുടെ അല്ലെങ്കിൽ എന്റെ മൂത്ത ജ്യേഷ്ഠൻ നീതിയാണ് പറഞ്ഞത്, അവരുടെ ധർമ്മത്തിന് വേണ്ടി ഞാൻ യോജിക്കുന്നു എന്നാണ്. ചോയ്സ് നമ്മൾ യജ്ഞസേനയ്ക്ക് അവർ ലീവ് ചെയ്യുമ്പോഴും അന്നേരം എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യജ്ഞസേനി സ്വാർത്ഥിയായിട്ട്, അതായത് ധർമ്മം ഭൂമിയിൽ എന്താ പറയാ എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്ന് യജ്ഞസേനി സ്വാർത്ഥിയായിട്ട് അർജുനനെ മാത്രം സ്വീകരിക്കുകയോ അതോ എല്ലാവരും തമ്മിൽ അടുപ്പിക്കുക എന്നൊരു കോൺസെപ്റ്റിൽ യജ്ഞസേനി എന്താ പറയാ എല്ലാരെയും സ്വീകരിക്കുക എന്നൊരു ഇതാണ്. സോ അഗൈൻ യജ്ഞസേനിക്ക് അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് സ്വാർത്ഥത കാണിച്ചവൾക്ക് അർജുനനെ മാത്രം പിടിച്ചെടുക്കാൻ കഴിയുന്നില്ല അവിടെ. ബിക്കോസ് അവൾക്കൊരു ഓപ്ഷൻ അവിടെ കൊടുക്കുന്നുണ്ടെങ്കിലും അതിൽ അവൾക്ക് റൈറ്റ് ആയിട്ടൊരു ചോയ്സ് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ ബേസിക്കലി യജ്ഞസേനി ഈസ് ഇൻഡയറക്ട്ലി ഫോഴ്സ് ടു ടേക്ക് ഓൾ 5 ഓഫ് ദം ആസ് ദെയർ ഹസ്ബൻഡ് അല്ലെ. ഇതിൽ തന്നെ എന്താ പറയാ ഇപ്പോ നമ്മളുടെ ഇപ്പോഴത്തെ ജനറേഷൻ നമുക്കറിയാം, ഒരു ഫാമിലി തന്നെ, അതായത് 1 പേഴ്സൺ എന്താ പറയാ മൊനോഗമി എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ തന്നെ എന്താ പറയാ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ്റെ ഒക്കെ കാണുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ 5 ഭർത്താക്കന്മാരെ ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്ത് ഒരുപോലെ സന്തോഷിപ്പിച്ച് ഒരുപോലെ പരിപാലിച്ച് ജീവിക്കേണ്ടി വന്ന യജ്ഞസേനയുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ അവള് വിവരിക്കുന്നതനുസരിച്ച് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിൽ ഒരുപാട് ദുഃഖകരമാണ്. ഓക്കെ, അത് ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഓരോ ഭർത്താക്കന്മാർക്കും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണ്. അതായത് ഓരോ ഭർത്താക്കന്മാരും യജ്ഞസേനയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള എന്താ പറയാ റെസ്പോൺസും എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സുമാണ്. സോ എല്ലാവരെയും ഒരുപോലെ പരിപാലിക്കുക, അതായത് 5 പാണ്ഡവന്മാരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടി ഇതിൽ കൺഫ്യൂസ്ഡ് ആയിട്ട് യജ്ഞസേനി പറയുന്നുണ്ട്. ഓക്കെ, സോ ബേസിക്കലി പറയുന്നുണ്ട് ഇങ്ങനെ കൃഷ്ണനെ വിളിച്ച് പറയുന്നുണ്ട് എന്നെ സഹായിക്കുമെന്ന്. അപ്പൊ കൃഷ്ണൻ പറയുന്നതാണ് യജ്ഞസേനി പാണ്ഡവ കുലത്തിൽ വന്നുപെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5 പേരെയും ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. സോ ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഇവളുടെ ആവശ്യമാണ്. അഗൈൻ ഇതില് പിന്നെയും ഒരു എന്താ പറയാ വാട്ട് ഈസ് പെയിൻഫുൾ ഇസ് ദാറ്റ് അർജുനന് ഇത് ഒരുപാട് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ദുഃഖം ഉണ്ടാക്കിയിരുന്ന ഒരു കാര്യമാണെന്നത് ബുക്കിൽ വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതായത് ഈ ഒരു ഡിസിഷനിൽ അർജുൻ ഒരിക്കലും ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. സോ അർജുൻ അത് ദേഷ്യമായിട്ട് അത് പുറത്തെടുത്തത് യജ്ഞസേനയുടെ മുകളിൽ തന്നെയാണ്. അതായത് എന്താ പറയാ 4-ാമത്തെ വർഷം, അതായത് 3-ാമത്തെ വർഷം, അതായത് യജ്ഞസേനയുടെ ഒരു എന്താ പറയാ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം അനുസരിച്ച് ഓരോ വർഷവും ഓരോ ഭർത്താക്കന്മാരുടെ കൂടെ ചെലവഴിക്കാമെന്നായിരുന്നു. അപ്പോൾ എന്താ പറയാ അർജുന്റെ കൂടെ ചെലവാക്കേണ്ട ആ ഒരു വർഷം അടുത്തെത്തിയപ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച കടന്ന് അർജുൻ മനഃപൂർവ്വം എന്താ പറയാ ഒരു ശാപം വാങ്ങിച്ച് യാത്രയാവുകയാണ്. ഒരു വർഷത്തേക്ക് അവിടുന്ന് ദൂരേക്ക് മാറുകയാണ്. കാരണം അർജുൻ അനുഭവിച്ച 2 വർഷം യജ്ഞസേനയിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അർജുൻ അനുഭവിച്ച ആ ഒരു വേദന, അത് ഈ ഒരു എന്താ പറയാ ഈ ഒരു യാത്രയിലൂടെ അല്ലെങ്കിൽ അവരിൽ നിന്ന് അകന്ന് പോകുന്നതിലൂടെ അവളെയും അനുഭവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ ശ്രമിക്കുന്നത്. ബട്ട് അർജുൻ മനസ്സിലാക്കാത്ത കാര്യം എന്ന് വെച്ചാൽ യജ്ഞസേനി ഒരിക്കലും ആഗ്രഹിച്ചെടുത്ത ഒരു തീരുമാനമല്ലായിരുന്നു ഇത്. ഓക്കെ, സോ ഈ ഒരു ദേവിയുടെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ളവർ അവരെ ദേവിയായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു, പാഞ്ചാലിയായിട്ട് ക്വീൻ ആയിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. ഷീസ് ഗെറ്റിംഗ് എവറിത്തിങ്, ഷീസ് ഗെറ്റിംഗ് ഓൾ ദ respect and friendship and everything, but then nobody is able to understand what is going on inside her, the inner needs of a woman. ആ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാതെ പോവുകയാണ്. ഓക്കെ, സ്ത്രീയെ ഇപ്പൊ ദേവിയായി ചിത്രീകരിക്കുകയാണ്, വളരെ വളരെ ഭയങ്കര റെസ്പെക്ട്ഫുൾ ക്യാരക്ടർ ചിത്രീകരിക്കുകയാണ്. ബട്ട് ദെൻ എൻഡ് ഓഫ് ദി ഡേ
if a person fails to know what the woman actually wants, then the utter thing, it has no value അല്ലെ. That is one thing that is being taught in this book. സോ എന്താ പറയാ, ഇതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും അർജുന്റെ അടുത്തൊരു ചാൻസ് വരുമ്പോഴേക്കും പിന്നെയും അർജുൻ 12 വർഷത്തേക്ക് യാത്രയാവേണ്ട ഒരു അത് വരികയാണ്. അപ്പൊ 12 വർഷത്തെ അടുത്ത ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് പിന്നെ അർജുന് വരുമ്പോഴേക്കും അർജുന് വേറെ 3 ഭാര്യമാർ കൂടിയുണ്ട്. അർജുൻ തിരിച്ചു വന്നത് കൃഷ്ണന്റെ സഹോദരി എന്താ പറയാ സുഭദ്രയെ കല്യാണം കഴിച്ചുകൊണ്ടാണ്. സോ അന്നേരം വീണ്ടും യജ്ഞസേനിക്ക് അവൾ ആഗ്രഹിച്ച ഭർത്താവിനെ സമീപിക്കാനുള്ള അവസരം നഷ്ടപ്പെടുകയാണ്. സോ എന്താ പറയാ, ത്രൂ ഔട്ട് അർജുനനെ മാത്രം ആഗ്രഹിച്ച് അർജുനനെ മാത്രം സ്നേഹിച്ച യജ്ഞസേനിക്ക് അതിനുള്ള ഒരു അവസരം കിട്ടാതെ ബാക്കി എല്ലാം സഹിക്കേണ്ടി വന്നൊരു അവസരമാണ്. സോ ബേസിക്കലി യജ്ഞസേനി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇതിൻ്റെ അകത്ത് ഒരു അമ്മയായിട്ട്, സഹോദരിയായിട്ട്, മരുമകളായിട്ട്, അവളുടെ മക്കളല്ലാതെ ബാക്കി എല്ലാ മക്കളുടെയും അമ്മയായിട്ടും അവൾക്ക് അവതരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഓക്കെ, അഗൈൻ ഇങ്ങനെ എന്താ പറയാ വനവാസം ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളിലും യജ്ഞസേനി കൂടെ പോകേണ്ട ഒരു അവസരം വരുന്നു. ബിക്കോസ് ക്വീൻ എന്നുള്ള കോൺസെപ്റ്റ് ഉപരി അവൾക്കൊരു ചോയ്സ് അവിടെ കിട്ടുന്നില്ല. യുധിഷ്ഠിരൻ എന്ന് പറയുന്ന വ്യക്തി, അല്ലെങ്കിൽ അന്ന് പറയുന്ന ഒരു ദൈവികമായ മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ധർമ്മത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ധർമ്മത്തിന് പിന്നിൽ എന്താണ് അനീതി നടക്കുന്നുണ്ടോ, അതിന്റെ ബാക്ക് സ്റ്റോറി, അങ്ങനത്തെ ഒരു ഇതിലേക്ക് അധികം ചിന്തിക്കുന്നില്ല. കാരണം ചൂത് കളിക്കാൻ വേണ്ടി രണ്ടാമത് വിളിക്കുമ്പോൾ യജ്ഞസേനി ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട് യുധിഷ്ഠിരനോട് പോകരുത്. കാരണം അദ്ദേഹത്തിനും അറിയാം, അവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം യുധിഷ്ഠിരൻ ചൂതുകളിയിൽ വളരെ മോശമാണ്, എന്തായാലും തോൽക്കും, നഷ്ടപ്പെടുമെന്ന്. എന്നിട്ടും യുധിഷ്ഠിരൻ പോവുകയാണ്. കാരണം വിളിച്ചാൽ പോവുക എന്നാണ് ധർമ്മം. എന്നാൽ ചതിക്കപ്പെടുമെന്ന് അറിയാം, ഇതിപ്പോ ശകുനിയാണ് കളിക്കുന്നത് ദുര്യോധനന് വേണ്ടിയിട്ടും എന്നെല്ലാം അറിഞ്ഞിട്ടും യുധിഷ്ഠിരൻ അതിലേക്ക് വീണു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്വയം പണയം വെച്ചിട്ട് യജ്ഞസേനയെ പണയം വെക്കുകയാണ്. ഓക്കെ, അന്നേരം ആർത്തവത്തിന്റെ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു യജ്ഞസേനി. ഒരു സിംഗിൾ ക്ലോത്തിലാണ് എന്താ പറയാ യജ്ഞസേനിയെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്നത്. ഓക്കെ, സോ അങ്ങനെ ഒരു സാഹചര്യത്തിലും 5 ഭർത്താക്കന്മാരുണ്ട്. അതായത് മഹാഭാരത ചരിത്രത്തിലും പോയിട്ട് ഭാരത ചരിത്രത്തിൽ മൊത്തത്തിൽ തന്നെ 5 ഏറ്റവും ശക്തരായിട്ടുള്ള കഥാപാത്രങ്ങളാണ് പഞ്ചപാണ്ഡവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പഞ്ചപാണ്ഡവന്മാരും ഭർത്താക്കന്മാരും ഉണ്ടായ യജ്ഞസേനി അത്രയും അതും എന്താ പറയാ ന്യായത്തിന്റെയും നീതിയുടെയും വീരന്മാരും ഒരുപാട് റെസ്പെക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാരുമായിട്ടുള്ള ഭീഷ്മരും വിദൂരരും ദ്രോണാചാര്യരും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സദസ്സിൽ വെച്ചിട്ട് സ്ത്രീകളായിട്ടുള്ള എന്താ പറയാ കുന്തിദേവിയും സത്യവതിയും എല്ലാവരും ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിൽ പോലും ഒരു മനുഷ്യൻ പോലും യജ്ഞസേനി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ അത്രയും പബ്ലിക് ആയിട്ട് അപമാനിക്കപ്പെടുകയും അത്രയും മോശമായിട്ട് ഇൻസൾട്ട് ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ യാതൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. സോ അതിൽ നിന്ന് യജ്ഞസേനിക്ക് ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയാ ഇമോഷൻ എന്ന് പറഞ്ഞാൽ എനിക്കത് വിവരിക്കാൻ കഴിയുന്നതല്ല. അത് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷനാണ്. നമ്മൾക്ക് ഇപ്പോ ആസ് എ വുമൻ ഐ ക്യാൻ ലൈക്ക് എനി വുമൻ ക്യാൻ ട്രൂലി റിലേറ്റ് അല്ലേ when it comes to dignity of a woman. സോ അങ്ങനെ 5 ഭർത്താക്കന്മാർ ഉണ്ടായിട്ടും യജ്ഞസേനിക്ക് ഒരു സാഹചര്യം വരുമ്പോൾ ആരും ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇതിന് മുന്നോട്ട് പോവാണെങ്കിൽ ഇപ്പൊ അർജുനന് എന്താ പറയാ 12 വർഷം ഇവളെ വിട്ടിട്ട് പോയ കാലഘട്ടത്തിൽ യജ്ഞസേനി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരു റിവറിലേക്ക്. അന്നേരം വീഴുമ്പോഴും അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കർണനാണ് വരുന്നത്. അന്നേരം അവള് ഒരു കേൾക്കേണ്ടി വന്ന മോക്കറി എന്ന് പറയുന്നത് 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും എന്തുകൊണ്ട് ഇവൾക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു, എന്തുകൊണ്ട് ഇവളെ ആരും ശ്രദ്ധിച്ചില്ല, എന്തുകൊണ്ടൊരു എന്താ പറയാ ഒരു ചാരിയറ്റിന്റെ മോൻ വേണ്ടി വന്നു ഇവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഓൾ ത്രൂ ഔട്ട് 5 ഭർത്താക്കന്മാർ, പോളിഗമി എന്നുള്ള കോൺസെപ്റ്റില് ഒന്നിൽ കൂടുതൽ ഭർത്താക്കന്മാർ 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്ന ഈ ഒരു കാര്യം കൊണ്ടും പതിവ്രതയായിട്ട് കൂടി യജ്ഞസേനി എന്നും ഓൾ ത്രൂ ഔട്ട് അപമാനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. റെസ്പെക്റ്റഡ് ആയിരുന്നെങ്കിലും അവൾ അപമാനിക്കപ്പെട്ടിരുന്നു. അവളുടെ ശത്രുക്കളാൽ മാത്രമല്ല കൂടെയുള്ള ആൾക്കാരായാലും, എന്തിന് അവളുടെ സ്വന്തം ഭർത്താവായിട്ടുള്ള അർജുനൻ പോലും അവളെ ഒരുപാട് അപമാനിച്ചിരുന്നു ഈ ഒരു കാര്യം പറഞ്ഞിട്ട്. കാരണം end of the day Arjun he never wanted this to happen. Yeah, that's one thing. So ഈ ഒരു അപമാനത്തിന്റെ പേരിലാണെങ്കിലും ഭീമസേനാണെങ്കിലും ഒരുപാട് ഫ്രസ്ട്രേഷൻ കാണിക്കുന്നുണ്ട് ആ യജ്ഞസേന അപമാനിക്കപ്പെടുമ്പോൾ. പക്ഷെ എന്നാലും എന്താ പറയാ യുധിഷ്ഠിരന്റെ വാക്കിനപ്പുറം അവർ നീങ്ങുന്നില്ല. സോ ഒരു രീതിയിൽ നോക്കുമ്പോൾ അവർ ധർമ്മത്തിന് വേണ്ടി അവർ ന്യായമാണ് ചെയ്യുന്നത്. പക്ഷെ യജ്ഞസേനി എന്നൊരു കഥാപാത്രത്തോട് അവർ പുലർത്തിയത് നീതിയാണോ അല്ലയോ എന്നുള്ളത് ഒരുപാട് നമ്മൾ എന്താ പറയാ അതിലേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഇതുപോലെ തന്നെ ഓൾ ത്രൂ ഔട്ട് ഇങ്ങനെ ഓൾ ദീസ് എല്ലാ മൈനർ ഇൻസിഡൻസ് ഇപ്പോ സോ രണ്ടാമൂഴമായിട്ട് കമ്പയർ ചെയ്യുവാണെങ്കിൽ ഭീമന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ ഭീമൻ എങ്ങനെ ഫീൽ ചെയ്യുന്നു, ഓൾ ദ വാർ ആൻഡ് എവറിത്തിങ് അതൊക്കെ ഭയങ്കര ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഒരു മാൻസ് പോയിന്റ് ഓഫ് വ്യൂ ആണ്. ബട്ട് ദെൻ ഈ ബുക്ക് എന്ന് പറഞ്ഞാൽ മോർ ലെസ് ലൈക്ക് ഇമോഷണൽ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അതൊരു സ്ത്രീയുടെ ചിന്താഗതി, അവൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്. അതായത് ഇപ്പോ ഒരു ഭീമന്റെ അല്ലെങ്കിൽ ഇപ്പൊ ഒരു പുരുഷന്റെ ചിന്താഗതി ആണെങ്കിൽ ഒരു വാർ ആണെങ്കിൽ എങ്ങനെ ജയിക്കും, എന്ത് നഷ്ടപ്പെട്ടാലും എങ്ങനെ ജയിക്കും, അഭിമാനം, ഇതൊക്കെയാണ് അവരുടെ കോൺസെപ്റ്റ്. ബട്ട് ദെൻ യജ്ഞസേനി എന്ന് പറയുന്നത് അവള്
ഭയക്കുന്നതും അവൾ ആഗ്രഹിക്കുന്നതും വാർ വേണ്ട, അവൾക്ക് പീസ് ആണ് വേണ്ടത്. അതായത് അവൾ സ്നേഹിക്കുന്ന ആൾക്കാരും മരിക്കരുത്, അവരാരും നഷ്ടപ്പെടരുത്, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിലാണ് ഈ ഒരു പുസ്തകത്തിന്റെ എന്താ പറയാ എഴുതിയിരിക്കുന്ന രീതി. അതുപോലെ തന്നെ എന്താ പറയാ ഇതില് കുന്തി ദേവിയുടെ കർണന്റെ ഒരു ചരിത്രം എഴുതിയിട്ടുണ്ട്. സോ ഓക്കെ, സോ ഈ ഒരു എന്താ പറയാ ത്രൂ ഔട്ട് യജ്ഞസേനി അനുഭവിച്ചിട്ടുള്ള, ഞാൻ നീട്ടുന്നില്ല, ത്രൂ ഔട്ട് യജ്ഞസേനി അനുഭവിച്ചിട്ടുള്ള ഒരുപാട് എന്താ പറയാ ഇൻസൾട്ട്സും കഷ്ടപ്പാടും അവളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ആരും അറിയാതെ അവളുടെ ഉള്ളിൽ ഒതുക്കിയിരുന്ന കുറെ കാര്യങ്ങൾ. ഇതുപോലെ തന്നെ ശ്രീകൃഷ്ണനോടുള്ള സൗഹൃദത്തിന്റെ പേരിൽ യജ്ഞസേനി ഒരുപാട് അപമാനിക്കപ്പെട്ടിരുന്നു. എന്തിനാ, ശ്രീകൃഷ്ണന്റെ സാദൃശ്യ രൂപത്തിൽ അതേപോലെ ജനിച്ച ഒരു പെൺകുട്ടിയാണ് യജ്ഞസേനി. ഓക്കെ, സോ ശ്രീകൃഷ്ണനും യജ്ഞസേനിയും തമ്മിൽ പ്രണയമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ബുക്കിലും അതുപോലെ തന്നെയാണ്. യജ്ഞസേനി പറയുന്നത് അർജുനനേക്കാളും കൂടുതൽ യജ്ഞസേനി സ്നേഹിച്ചത് ശ്രീകൃഷ്ണനെയാണെന്നാണ്. പക്ഷെ ആ ഒരു സ്നേഹത്തിന് എന്താ പറയാ ലൗകികമായൊരു സ്നേഹത്തിന്റെ ഒരു രീതിയോ ശൈലിയോ അല്ല. അതെന്ന് പറഞ്ഞാൽ വളരെ ആത്മീയമായി ഒരു ഭയങ്കര ഒരു പ്യുവർ ആയിട്ടുള്ള അത്രയും സെറീൻ ആയിട്ടുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ലവ് ആയിരുന്നു അവർ തമ്മിൽ. ഇതുപോലെ തന്നെ അർജുനനും യജ്ഞസേനയെക്കാളും മറ്റാരേക്കാളും കൂടുതൽ സ്നേഹിച്ചത് ശ്രീകൃഷ്ണനാണ്. സോ അവരുടെ വളരെ പ്യുവർ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണനും യജ്ഞസേനയും അർജുനനും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പും. ഓക്കെ, സോ സോ ദാറ്റ് ഈസ് പ്രിറ്റി മച്ച് ദ സ്റ്റോറി ലൈൻ. ഇതുപോലെ ഇതിനകത്ത് ഒരുപാട് ഒക്കറൻസ് ഉണ്ട്, ഞാൻ ഫുൾ കഥയൊന്നും വിവരിക്കുന്നില്ല. ഐ ഹോപ്പ് യു ഗൈസ് ഗോട്ട് എ റഫ് ഐഡിയ അബൌട്ട് ദ ബുക്ക്. ഞാൻ ആക്ച്വലി ഞാൻ ഇതിന്റെ മലയാളം ഒക്കെ നോക്കിയതുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് എന്റെ ഇംഗ്ലീഷ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞാൻ മലയാളത്തിൽ വായിക്കാനുണ്ടായിരുന്നു, കാരണം ഇങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ മലയാളത്തിൽ വായിക്കാനാണ് അതിൻ്റെതായ ഒരു ഭംഗി. സോ ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാളം പുസ്തകം കിട്ടാൻ ശ്രമിക്കുക. ഇതിപ്പോ ഇംഗ്ലീഷ് ആയിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒന്ന് സ്വിച്ച് ചെയ്യാനായിട്ട്. സോ അഗൈൻ ഇതൊരു ഐ വുഡ് സേ ഒരു 100% വായിക്കേണ്ടിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. കാരണം ഇപ്പോ വേറൊരാളുടെ പേഴ്സ്പെക്റ്റീവ്, അതിലുള്ള ഒരു കഥാപാത്രത്തിന്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ഒരു പുസ്തകം വായിക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കാൻ കഴിയുന്ന വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ആക്ച്വലി. സോ ഞാൻ ആക്ച്വലി രണ്ടാം മൂഴം വായിച്ചിട്ടുള്ളത് കൊണ്ട് ഈ ഒരു പേഴ്സ്പെക്റ്റീവിനെ കേട്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയാ രണ്ടും തമ്മിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ് യജ്ഞസേനയോട് ഭീമസേനന് തോന്നുന്ന വികാരവും രണ്ടാം ഊഴത്തിലും, ഭീമസേനോട് യജ്ഞസേനി അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവളുടെ കോൺസെപ്റ്റ് എങ്ങനെയാണെന്ന് യജ്ഞസേനയിലും വളരെ വ്യത്യസ്തമായിട്ട് എത്രയോ അത്യാവശ്യം നമ്മൾ എന്താ പറയാ അങ്ങനെ റിലേറ്റ് ചെയ്ത് നമുക്ക് വളരെയധികം എന്താ പറയാ ഒരു രസകരമായി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകമാണ്. അതേപോലെ തന്നെ വളരെ സീരിയസ് ആയിട്ടുള്ള കുറെ ഇഷ്യൂസ് ഒക്കെ ഈവൻ നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നമ്മളുടെ വിമൻ അനുഭവിക്കുന്ന ഒരുപാട് ഇഷ്യൂസ് ഒക്കെ എല്ലാം ഒരു വിമന്റെ കാസറ്റി എല്ലാം വളരെ എന്താ പറയാ സട്ടിലായിട്ട് മെൻഷൻ ചെയ്ത് പോയിരിക്കുന്ന ബുക്കാണ്. സോ ഈ ഒരു ബുക്ക് ഒരു ഫെമിനിസ്റ്റിക് ബുക്ക് ആണോ എന്ന് ചോദിച്ചാൽ നോട്ട് നെസസറിലി. ബിക്കോസ് ഇതിലൂടെ പ്രതിഭാറായി മെയിൻലി പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അത് ജനറ്റിക്കലി അല്ലെങ്കിൽ നമ്മളെ സൃഷ്ടിച്ച രീതി അനുസരിച്ചായാലും നമ്മുടെ ക്യാരക്ടർ വൈസ് ആയാലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എന്നിരുന്നാലും മനുഷ്യർ എന്ന രീതിയിൽ രണ്ടുപേരും ഒരുപോലെ ആയിരിക്കണം. രണ്ടുപേരുടെയും കോൺസെപ്റ്റ്, രണ്ടുപേർക്കും ഒരുപോലത്തെ ട്രീറ്റ്മെന്റ് കിട്ടണം. ആ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ആ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരേപോലത്തെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടണം എന്നൊരു കോൺസെപ്റ്റ്. അതായത് എന്നിട്ട് അങ്ങനെ ഒരു എന്താ പറയാ ഒരു പീസ് നിലനിർത്തണം എന്നൊരു കോൺസെപ്റ്റിലാണ് പ്രതിഭാറായി ഈ പുസ്തകം ആക്ച്വലി എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് പ്രിറ്റി മച്ച് ഇറ്റ് അബൌട്ട് ദ ബുക്ക്. നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല യജ്ഞസേനി. എനിവേസ്, സോ ദാറ്റ് ഈസ് ഇറ്റ് അബൌട്ട് ദ ബുക്ക്. എനിക്ക് എന്തായാലും ഈ ഒരു അവസരം തന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. കാരണം പ്രത്യേകിച്ച് BPC കോളേജിന്റെ ഈ ഒരു ഇങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റുന്ന എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ അവിടുത്തെ ലൈബ്രറി ഒക്കെ ചെറുതിൽ ഒരുപാട് വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ജിജി മാഷിന് അറിയാം, എനിക്ക് ഒരുപാട് പുസ്തകങ്ങളൊക്കെ എടുത്തു തരാൻ സഹായിച്ചേക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഞാൻ അവിടെ പോയിട്ടും ബുക്ക് എടുത്തിട്ടുണ്ട്, എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ നമ്മുടെ അടുത്ത് പറഞ്ഞു വിടുമ്പോ ആ ബുക്കും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെടുന്ന തോന്നുന്ന 2-3 ബുക്കൊക്കെ ജിജി മാഷ് തന്നുവിടാറുള്ള ഒരാളാണ്. സോ എനിക്ക് ഇങ്ങനത്തെ ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക്. ഞാൻ ബുക്ക് റിവ്യൂ അങ്ങനെ ചെയ്യാറുള്ള ഒരാളല്ല. സോ ഞാൻ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ വരുത്തിയിട്ടുണ്ടോന്നോ എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എന്തായാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷം രേഖപ്പെടുത്തുന്നു, ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു കേട്ടോ. അത്രേ ഉള്ളൂ. ഹലോ ഹലോ. ഓക്കെ, 2011 ജ്ഞാനപീഠ പുരസ്കാര ജേതാവ് കൂടിയായ പ്രതിഭ റേയുടെ യജ്ഞസേനി എന്ന പുസ്തകമാണ് നമ്മൾ ഇന്നിവിടെ നമുക്ക് വേണ്ടി ഇന്നിവിടെ ഹീര ചേച്ചി പരിചയപ്പെടുത്തിയത്. വളരെയധികം സന്തോഷം.
പുസ്തകത്തെ കുറിച്ച് വളരെ നന്നായിട്ട് പരിചയപ്പെടുത്തി. നമുക്ക് പുസ്തക ചർച്ചയിലേക്ക് കടക്കാം. അഭിപ്രായങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവർക്കും രേഖപ്പെടുത്താം. Okay. ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ യജ്ഞസേനി എന്ന് പറഞ്ഞ ഈ പുസ്തകം? ഞാൻ വരുത്തിച്ചിട്ടെന്ന് വെച്ചാൽ കിട്ടിയിട്ടില്ല. പക്ഷെ ഐ ലോസ്റ്റ് കണക്ഷൻ മിഡ്വേ ആൻഡ് ലോസ്റ്റ് മോസ്റ്റ് ഓഫ് വാട്ട് യു സെഡ്. അതുകൊണ്ട് അതുകൊണ്ട് റെക്കോർഡിംഗ് നടക്കുന്നത് ഡിസ്റപ്റ്റഡ് ആയില്ല എന്ന് മോചന പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് കണക്ഷൻ പോയായിരുന്നു. എനിക്ക് ആ സ്റ്റോറിയുടെ ബിഗിനിങ് പറഞ്ഞു തുടങ്ങിയപ്പോ തന്നെ കണക്ഷൻ പോയായിരുന്നു. അപ്പോ ആരെങ്കിലും ഒന്ന് ലീഡ് എടുക്കാമെങ്കിൽ. പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് ജസ്റ്റ് ഫ്യൂ കമന്റ്സ്. വൺ തിങ് ഐ ഫീൽ ഇസ് മഹാഭാരതം എന്ന് പറയുന്ന the epic itself is not Krishna's perspective. No, I did not say it was Krishna's perspective, ma'am. I was like, it is written from the perspective. It is written by one of the disciples of Krishna. It's what I've actually learned. I think that's what I've actually heard. But that is also not true, because really? Okay. Sri Krishna, because Mahabharata actually, when it begins with the story of Parikshit. At some point it begins with the story of Parikshit. Some point it is Vyasa, who is also a character, and almost several of the characters, including Draupadi, gets a voice. It is വളരെ multiple voiced ആയിട്ടുള്ള ഒരു text. And maybe that is one reason why ഇത്ര perspectives, like ഇപ്പൊ യജ്ഞസേനി എന്ന് പറയുമ്പോൾ it evokes multiple texts, in the sense ഈ early ആദ്യത്തെ story begins with the story of Brihaspati. Tara is one of the characters. ഈ എന്താ പറയാ, അഹല്യ, താര, പിന്നെ right പാഞ്ചാലി, and there are five Satyavati, Sita, Panchakanya. ഈ താര ആണെങ്കിൽ തന്നെ, even while she eloped with Chandra and she has a son who, when she's അപ്പൊ ബൃഹസ്പതി starts ഇത് എന്തിനാണ് താര who eloped with Chandra is forced to come back is because ദേവന്മാരുടെ യജ്ഞം മുടങ്ങും. ബൃഹസ്പതിക്ക് യജ്ഞം നടത്തുന്നത്, യജ്ഞ is at the center of the whole of Mahabharata. Mahabharata. അപ്പൊ യജ്ഞസേനി എന്ന ടൈറ്റിൽ itself is a sort of subversion. എന്ന് വെച്ചാല് that I think a title hinges the whole story. It does. When she says that she wasn't born, she was an unwanted child എന്നുള്ളതിന്റെ ഒരു ഇൻഡിക്കേഷനും കൂടിയാണ് ആ ടൈറ്റിൽ അങ്ങനെ. I'm sorry to interrupt, but then the Yajnasena character, it's not like she's not depicting herself as an unwanted child. She is picturizing or portraying herself as someone who was born to be sacrificed, for the world. എന്ന് വെച്ച് കഴിഞ്ഞാല് it is not ഒരു parent, she was not born out of parental love എന്നുള്ള ഒരു സാധനം. ഈ സാധനം, and also ഈ യജ്ഞയുടെ centrality of യജ്ഞ brings in a patriarchal, a വളരെ largely patriarchal system within which the whole of Mahabharata takes place, and also the loops that you get, because Tara, who is forced to come back, she is pregnant by then, and she is, as a vengeance, she reveals to Brihaspati that this is not your child, this is Chandra's child. ഇങ്ങനെ she has her sweet revenge in that. എന്ന പോലെ യജ്ഞസേനിയുടെ ഒരു I suppose
ഫ്രോം ദ ഐ വിൻ റെഡ് ദ ബുക്കിന്റെ നാരറ്റീവ് എനിക്ക് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ ദ ക്യാരക്ടർ പാഞ്ചാലി, at every point she revolts. She is a character who വളരെ ലൗഡ് ആയിട്ട് റിവോൾട്ട് റേസ് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. But my point is, yes, please continue, ma'am. യെസ് പറഞ്ഞോളൂ. അല്ലെ, ഞാൻ പറഞ്ഞിരുന്നപ്പോ ഇപ്പൊ കൃഷ്ണൻ ദൂത് പറയാൻ പോകുമ്പോ പോലും പാഞ്ചാലി പറയുന്നത് എന്റെ ഈ അഴിഞ്ഞ മുടി ഓർത്തോളണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാഭാരതം നടന്നില്ലെങ്കിൽ അവളുടെ ഒരുപാട് റിവെഞ്ചുകൾ അവിടെ വിൽ ഗെറ്റ് അങ്ങനത്തെ സാധനം. Exactly, but again, that's another thing that is being mentioned in the book. So again, not just Panjali അല്ലെങ്കിൽ സത്യവതിയുടെ കേസ് മാത്രമല്ല, അതായത് അവരുടെ സ്വന്തം ഇഷ്ടത്തിനെതിരെ വിവാഹം പിടിച്ചുകൊണ്ട് പോയി വിവാഹം കഴിച്ച അംബാലിക തുടങ്ങിയ മുതലായ ആൾക്കാരുടെ കഥയും അവർക്കും ഒരു how women had no particular choice, even though they were respected and treated as devis, even though they were given everything they wanted, avarku they did not have the one thing that they actually wanted in heart, the option of having a choice. ആ ഒരു പെർട്ടിക്കുലർ തിങ് ഡിവോയ്ഡ് ആയിട്ടുള്ള ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ മാം പറഞ്ഞ പോലെ വെരി ട്രൂ, യജ്ഞസേനി വാസ് എ ക്യാരക്ടർ ഹു ഡിഡ് റിവോൾട്ട് അഗൈൻസ്റ്റ് മോസ്റ്റ് ഓഫ് ദി തിങ്സ്, ബട്ട് ദെൻ ഷി വാസ് ലൗഡ്, ബട്ട് ദെൻ ഷി വാസ് നെവർ ഹേർഡ്, Again, Yajnaseni, that is one main aspect. She was loud, she did try, but then it never succeeded. Nobody heard her. They did hear her, but then nobody understood her. Nobody reacted to it. Nobody connected with her. Again, Yajnaseni പറയുന്നുണ്ട് അവള് പ്രതികാരദാഹി ആയിരുന്നു. അഴിച്ചിട്ട മുടി അവളെ എന്താ പറയാ molest ചെയ്ത ആ ഒരു അദ്ദേഹത്തിന്റെ sorry, I'm not able to, so many names have been circulating, I sort of missed out the name, but then അദ്ദേഹത്തിന്റെ രക്തം കൊണ്ടല്ലാതെ മുടി കെട്ടുകയില്ലെന്ന് പറയുന്നുണ്ട്. ദുശാസനൻ, താങ്ക് യു സോ മച്ച്. സോ അത് കഴിഞ്ഞിട്ടും എൻഡില് ഭീമസേനൻ എന്താ പറയാ 2 കൈയിലും ദുശാസനന്റെ രക്തം എടുത്ത് യജ്ഞസേനയുടെ മുടി കെട്ടുന്നുണ്ട്. അന്നേരം യജ്ഞസേന പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിചാരിച്ചു എന്റെ പ്രതികാരം കഴിയുമ്പോൾ എനിക്ക് സന്തോഷമാവുന്നു, എന്റെ ഹാർട്ടിന് എന്താ പറയാ ലൈക്ക് എന്റെ ലക്ഷ്യം നിറവേറി, എന്റെ ശപഥം നിറവേറി, ബട്ട് ദെൻ മൈ ഹാർട്ട് ഇസ് നോട്ട് അറ്റ് പീസ്. ഇതുപോലെ തന്നെ അവള് സ്വന്തം മകനെ പോലെ, അതായത് അവളുടെ 5 മക്കൾ സ്വന്തമായിട്ടുണ്ടായിട്ടും ഏറ്റവും പ്രിയപ്പെട്ടതായി ആദ്യത്തെ മകനെ കണ്ടിരുന്ന അഭിമന്യു മരണപ്പെട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണന്റെ കൈകൊണ്ടാണ്. സോ കർണനുമായിട്ട് വെച്ചാൽ യജ്ഞസേനയ്ക്ക് വളരെ കോൺഫ്ലിക്റ്റിംഗ് റിലേഷൻഷിപ്പ് ആണ്. സംടൈംസ് ഷീ ഈസ് അട്രാക്റ്റഡ് ടു ഹിം, ഷീ ഈസ് ആക്ച്വലി അട്രാക്റ്റഡ് ടു ഹിം സംടൈംസ് ഷീ ഈസ് വെരി ഇംപ്രസ്ഡ് ബൈ കർണൻസ് എന്താ പറയാ വെരി വെരി ലോയൽ ആൻഡ് വെരി വെരി ഡൊനേറ്റിംഗ് ബിഹേവിയർ. എന്നാലും she resents him a lot, because of the comments he makes, because of the sarcasm and all the insults he has given her. So എന്തൊക്കെയാണെങ്കിലും കർണൻ കാരണം മരണപ്പെട്ടതാണ് അഭിമന്യു. സോ കർണനോട് ഒരുപാട് വെറുപ്പുണ്ട് യജ്ഞസേനയ്ക്ക്. അപ്പോൾ കർണന്റെ മരണത്തോട് കൂടി അതിനൊരു ശമനം, അതായത് അഭിമന്യുവിന്റെ നഷ്ടത്തിനൊരു ശമനം, ഒരു സമാധാനം കിട്ടുമെന്ന് യജ്ഞസേന പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു പ്രതികാരവും കഴിയുമ്പോൾ അവളുടെ പീസ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അന്നേരം യജ്ഞസേന പറയുന്നത് കർണന്റെ മരണം അവൾക്ക് കൂടുതൽ ദുഃഖമുണ്ടാക്കുകയാണ് ചെയ്തത്, അല്ലാതെ അവൾ വിചാരിച്ചൊരു സമാധാനം, ഒരു പീസ് ഓഫ് മൈൻഡ് ഒക്കെ കിട്ടിയില്ല. സോ വൺസ് ദ ഇൻസൾട്ട് ഇസ് ഡൺ, വൺസ് വാട്ട് ഡൺ ഇസ് ഡൺ, നമ്മൾ അതിനൊരു പ്രതികാരം ചെയ്താലും ഐ ഡോണ്ട് തിങ്ക് ലൈക്ക് ഇറ്റ് ഗിവ്സ് യു എ പീസ് ഓഫ് മൈൻഡ്, ഗിവ്സ് യു വാട്ട് യു ആക്ച്വലി ലുക്കിംഗ് ഫോർ. നമ്മൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും ഒരു പക്ഷേ, ബട്ട് ദെൻ ഇറ്റ് ഡസന്റ് ഗിവ് യു ദ പീസ് ഓഫ് മൈൻഡ് ബാക്ക്. ആ ഒരു മെയിൻ കോൺസെപ്റ്റും another highlighting aspect of this book here. അത് ഈ ബുക്ക് എന്നല്ല, ഐ തിങ്ക് ഇറ്റ് റൺസ് ത്രൂ മഹാഭാരത, ദ ഹോൾ ഓഫ് മഹാഭാരത. ബിക്കോസ് ഇപ്പൊ ആദ്യത്തെ ബൃഹസ്പതിയുടെ കഥയിൽ തന്നെ ബൃഹസ്പതി എന്നിട്ട് ശപിക്കും, ബിക്കോസ് ആ കൊച്ച് ചന്ദ്രന്റെ കൊച്ചാണെന്ന് പറയുമ്പോ ബൃഹസ്പതി ശപിക്കുമ്പോ ഗോഡ്സ് പറയുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ പെറ്റേണിറ്റി നീ ആ പേറേണ്ടി വരിക, ബിക്കോസ് യു ആർ ദ ഹസ്ബൻഡ്. സോ ഹി ഈസ് നോട്ട്, അപ്പൊ ആ ശാപവും ഇയാൾക്കൊരു തരത്തിലും ഇറ്റ് ഹാസന്റ് ഗിവൺ ഹിം എനി മൈലേജ്. അപ്പൊ സോ നൺ ഓഫ് ദ ക്യാരക്ടേഴ്സ് ദർ ഇൻ ദാറ്റ് സെൻസ് ടേസ്റ്റ് വാട്ട് യു കോൾ വിക്ടറി ഇൻ എ റിയൽ സെൻസ്. സോ ഒരു അങ്ങനത്തെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ഇതും എല്ലാ സിറ്റുവേഷൻസും, ഈച്ച് സിറ്റുവേഷൻ
അങ്ങനെയാണ്. I think that it is not just this No, one no, character. it's not just no. The thing is, Yajnaseni is basically Mahabharata only. It's basically the same thing, just that it's told from a different perspective. Athrello. Yeah. But then the difference is normally all the other perspective was from a man's point of view, alle. So this is one different thing. Is it's told from a woman's side, which is more not a lot focused on the other aspect. It's more emotional. It's more sympathetic. There's a lot of all those stuffs involved here. That Yes. is വേറെ perspective പറഞ്ഞിരിക്കുന്ന same storyline. ഈ മഹാഭാരതത്തില് unlike other female characters, there are so many female characters including Kunti. We can say that Draupadi is the only person who is revolting against the injustices. പക്ഷെ അവിടെയും കുറച്ചൊരു ലാക്വിന ഉണ്ട്, ഒരു കുറച്ച് വോയിഡ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പ്രതിഭാറായുടെ ഈ ബുക്ക് ആ ഒരു വോയിഡ് ഫില്ല് ചെയ്യുന്നുണ്ട്. അതായത് certain things that ദ്രൗപദി മൈറ്റ് ഹാവ് തോട്ട് ഇൻ ഹെർ മൈൻഡ്, ആ ചില കാര്യങ്ങൾക്ക് ഒരു വോയിസ് കൊടുത്തിരിക്കുന്നതായിട്ടാണ്. ഇപ്പൊ ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല, ഇപ്പോ ഹീര പറഞ്ഞതിൽ നിന്ന് ഞാൻ കേട്ടത് എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ ഹീര പറഞ്ഞതിൽ നിന്ന് ആ സ്റ്റോറി ലൈനിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്, ഞാൻ വായിച്ചിട്ടില്ല. അപ്പൊ ദ്രൗപദി യൂഷ്വലി മഹാഭാരത എത്രയാണെങ്കിലും ഒരു പാട്രിയാർക്കൽ പെർസ്പെക്റ്റീവിലുള്ള ഒരു എപ്പിക് ആണ്. അപ്പോ രാമായണ ആയാലും അതെ, അതുപോലെ മഹാഭാരതം. ഇപ്പൊ രാമായണത്തിലെ സീത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ റിവോൾട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വോയിസ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് ടുവേർഡ്സ് ദ എൻഡ് മാത്രമാണ്. അതേസമയം മഹാഭാരതത്തിലെ ദ്രൗപദി അങ്ങനെയല്ല. എങ്കിൽ പോലും ഒരു ഫീമെയിൽ ഒബ്ജക്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ആ ഒരു ഫീമെയിൽ ഒബ്ജക്റ്റിന് ഒരു സബ്ജക്ട് പൊസിഷൻ കിട്ടുന്ന ഒരു ബുക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ ഈ പ്രതിഭ റായുടെ ബുക്ക് എന്ന് പറയുമ്പോൾ അതും ആ ടുവേർഡ്സ് ദ എൻഡ് ആ സമയത്ത് ശ്രീകൃഷ്ണൻ എഴുതുന്ന ഒരു ലെറ്ററിൽ കൂടിയാണ് ഈ കാര്യങ്ങൾ, ആ തോട്ട്സ് പറയുന്നത്. അങ്ങനെയല്ലേ ആ സ്റ്റോറി പ്ലോട്ടിൽ വരുന്നത്, അതിൽ കൂടിയാണല്ലോ സ്റ്റോറി വരുന്നത്. അപ്പോ അത് പറയാതെ പോകുന്നത് ശരിയല്ല എന്നൊരു ആ തോന്നലിന്റെ ബേസിസിൽ ലോകം അറിയണം, ശ്രീകൃഷ്ണനെങ്കിലും അറിയണം എന്ന ആ ഒരു ചിന്തയുടെ പുറത്തേക്ക് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ അത്രയും കാലം സപ്രസ് ചെയ്തിരുന്ന, മനസ്സിന്റെ ഉള്ളിൽ സപ്രസ് ചെയ്തിരുന്ന പല കാര്യങ്ങളും ഒരു ഫീമെയിൽ പോയിന്റ് ഓഫ് വ്യൂവില് എക്സിബിറ്റ് ചെയ്യുന്നു. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. എനിവേ എനിക്ക് ആ ഒരു രീതിയിലാണ് മനസ്സിലായത്. എനിക്ക് ബുക്ക് വായിക്കണമെന്നുണ്ട്. ഇപ്പൊ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഫോർ ഷുവർ ഐ വിൽ ബി റീഡിങ് ദാറ്റ് ബുക്ക്. ഒരു ഡിഫറെന്റ് റീഡിംഗ് ആണ്, ഒരു ഡിഫറെന്റ് റീഡിംഗ് ഓഫ് മഹാഭാരത എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ആ ഒരു ദ്രൗപദി എന്ന് പറയുന്ന ക്യാരക്ടർ നമുക്ക് മറ്റൊരു ആംഗിൾ. It's very interesting if you've read the other perspectives also. ഇപ്പൊ രണ്ടാമൂഴൊക്കെ വായിച്ചുള്ള ഒരാൾക്കാണെങ്കിൽ നന്നായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. The thing is, ഭീമസേനൻ is very frustrated. ഭീമസേനന്റെ സൈഡ് പറയുന്നുണ്ട്, ഇപ്പൊ ആ ഒരു ദ്രൗപദീനെ മൊലെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത്രയും സഭയില് ഭീമസേനൻ is actually very very frustrated with യുധിഷ്ഠിര. യുധിഷ്ഠിരൻ എടുക്കുന്ന ഓരോ ഡിസിഷൻസിലും ആക്ച്വലി ഭീമസേനൻ വളരെ വളരെ ഫ്രസ്ട്രേറ്റഡ് ആണ്. പക്ഷേ ഹീസ് ബീങ് ഹെൽപ്ലെസ്. അന്നേരം പുള്ളിക്കാരൻ ആക്ച്വലി അദ്ദേഹത്തിന് he wants, he can revolt, but then he's still sticking on to it, he's still sticking with the patriarchal side of it, how things work, the elder man says and you need to obey, that is dharma. But then ദ്രൗപദിയുടെ point of view it's entirely different. അവർ നോക്കുമ്പോൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഭീമസേനും പോലും after everything she is saying he's not responding, he's still listening to his brother and staying over there, അതുപോലെ അങ്ങനെ ഒരുപാട് എന്താ പറയാ പെർസ്പെക്റ്റീവ് ഡിഫറൻസസ് കാണിക്കുന്നുണ്ട്. അതുപോലെ what ഭീമസേനൻ expects from Draupadi and what Draupadi thinks of ഭീമസേനൻ. Again, it's actually quite interesting. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട്. It's a good perspective, actually. ഒരു സ്ത്രീയുടെ പെർസ്പെക്റ്റീവ് എന്ന് മഹാഭാരതം എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമാണ്. എന്താ പറയാ, മറ്റു രണ്ട് ബുക്കിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യത്യസ്തമാണ്. സ്റ്റോറി ലൈൻ ഓൾമോസ്റ്റ് സെയിം ആണ് കേട്ടോ. ലൈക്ക് എക്സ്ട്രീംലി റിലേറ്റബിൾ, അവർ ഒരുപാട് ആസ്പെക്ട്സ് ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. പക്ഷെ എന്താ പറയാ, ഇപ്പൊ ഒരു മാൻ എഴുതുന്ന പോലെ വാൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഡീറ്റെയിൽസ് സ്പെസിഫൈ ചെയ്യുന്നതിന് പകരം അതിന്റെ ഒരു സിമ്പത്തറ്റിക്കൽ സൈഡ് അല്ലെങ്കിൽ ഹ്യൂമാൻ എന്താ പറയാ ആ ഒരു സൈഡിലേക്കാണ് അതിന്റെ ഒരു സ്റ്റുഡന്റ് കൂടുതലും പോയിരിക്കുന്നത്. She's also mentioning all the other women who are being suppressed, including Sita Devi, Mata Kundi and everybody. എല്ലാവർക്കും വേണ്ടിയിട്ട് ദ്രൗപദി ഇതിനകത്ത് ബുക്കിൽ സംസാരിക്കുന്നുണ്ട് ആക്ച്വലി. So yeah, definitely വായിക്കണം കേട്ടോ. സജി മാം, സിന്ധു മാം, ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ബുക്ക്. എന്തായാലും ഹീര വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ ഹീര, കൺഗ്രാറ്റുലേഷൻസ്. ഇനി ബാക്കി സ്റ്റുഡൻസിന് മറ്റു ടീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, എല്ലാവർക്കും എന്താ പറയാനുള്ളതെന്ന് നോക്കാം. നന്നായി അവതരിപ്പിച്ചു. ഞാനും വായിക്കാത്ത പുസ്തകമാണ്,
പിന്നെ ഹീര നന്നായിട്ട് അവതരിപ്പിച്ചു. അതിന്റെ കാരണം ഹീരയുടെ മാതാപിതാക്കളാണെന്ന് ഞാൻ കരുതുന്നു. കാരണം രണ്ടുപേരും നന്നായിട്ട് വായിക്കുന്നവരാ. ബേസ് ചേച്ചിയും ജോബ് സാറൊക്കെ നന്നായിട്ട് വായിക്കുന്നവരാ. ലൈബ്രറിയിൽ നിന്ന് ഒത്തിരി പുസ്തകങ്ങൾ ബേസ് ചേച്ചി എടുക്കാറുണ്ട്, ഹീര വന്ന് എടുക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കും. ലൈബ്രറിയിൽ നിന്ന് എടുക്കലല്ല, വാങ്ങിക്കും. സ്വന്തമായിട്ടൊരു ലൈബ്രറി ഉണ്ട്. അങ്ങനെ എല്ലാവരും കൂടി വായിക്കുന്നവരാ. അപ്പൊ തീർച്ചയായിട്ടും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തുടർന്നു പോകണം. ഇപ്പൊ ബേസ് ചേച്ചി ആണെങ്കിലും ഈ അടുത്തിടയ്ക്ക് കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഒരു പരിപാടിയിൽ ഒരു പുസ്തകം നന്നായിട്ട് അവതരിപ്പിച്ചിരുന്നു ബേസ് ചേച്ചി. അപ്പൊ ഇങ്ങനെ ഈ കാര്യങ്ങൾ തുടർന്നു പോകണം. സമയം കിട്ടുമ്പോഴൊക്കെ ഞങ്ങളുടെ ഈ ചർച്ചകളിലൊക്കെ ഒന്ന് പങ്കുചേരണം. ഒരുപാട് സന്തോഷം ഇൻവൈറ്റ് ചെയ്തല്ലോ. ഓക്കെ, താങ്ക് യു മോളെ. ഹീര വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഏതായാലും അമ്മാവനെ പോലെ നല്ല മിടുക്കിയായി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അല്പസ്വല്പം എഴുത്തൊക്കെ പരീക്ഷിച്ച് നോക്കാം, വേണമെങ്കിൽ കവിത തുടങ്ങാം. ഇല്ല പക്ഷേ അതുപോലെ ഞങ്ങൾക്ക് ഈ പെണ്ണെഴുത്തും ഒരു ഫെമിനിസ്റ്റ് ആംഗിളിലുള്ള ഒരു ചിന്തയൊക്കെ ഞങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. പല ആംഗിളിലൂടെ അവരൊക്കെ പലപ്പോഴും ഞങ്ങളോട് ഷെയർ ചെയ്ത ചിന്താധാരകളൊക്കെയാണ് അവർ പറഞ്ഞത് എന്ന് ഓട്ടത്തിലേക്ക് സംശയം ഞങ്ങൾക്കൊക്കെ തോന്നും. എന്തെങ്കിലും ആട്ടെ. പിന്നെ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മൾ റിലീജിയനായിട്ട് ബന്ധപ്പെട്ട ബുക്കുകളൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. പണ്ട് കൊട്ടാരക്കരയൊക്കെ വിഗ്രഹത്തിന് നമ്മുടെ ദേഷ്യം പ്രകടിപ്പിക്കുമാറൊക്കെ പെരുമാറിയിട്ടുണ്ട്. പക്ഷെ ആ കാലഘട്ടമൊക്കെ ഒത്തിരി ഇങ്ങോട്ട് പോകുന്നു. അത് പോരാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു 3 കുട്ടികളുള്ളപ്പോൾ മൂത്ത 2 കുട്ടികളെ സ്ഥിരം പ്രഹരിക്കുകയും ഇളയ കുട്ടിയോട് ഒത്തിരി സ്നേഹം കാണിക്കുകയും തല്ലാതെ അടിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മൂത്ത 2 കുട്ടികൾ പ്രശ്നം ഉണ്ടാക്കും, അല്ലെ? 3 പേരുള്ളപ്പോൾ ഒരാളെ മാത്രം മാറ്റി നിർത്തുകയും ബാക്കി 2 പേർക്കും ചുട്ടടി കൊടുക്കുകയും, അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിഷേധം മൂത്ത 2 പേരുടെ അടുത്ത് നിന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ആ പ്രതിഷേധം വന്നപ്പോഴത്തേക്കും ഇപ്പൊ ആരെയും തൊടാൻ മേലാത്ത അവസ്ഥയാണ്. അപ്പോ പല ടേംസ് ഒക്കെ ഞാൻ ഉപയോഗിച്ചപ്പോ ഞാൻ ശ്രദ്ധിച്ചാ കേട്ടിരുന്നു എന്താ പറയുന്നതെന്നുള്ളത്. യുധിഷ്ഠിരനെ പറ്റി പറഞ്ഞപ്പോ പെട്ടെന്ന് അദ്ദേഹമായിട്ട് കറക്റ്റ് ചെയ്തൊക്കെ ഞാൻ പെട്ടെന്ന് നോട്ട് ചെയ്തു. അപ്പൊ കേൾക്കുന്ന കുട്ടികൾക്ക്, ഞാനിപ്പോ ഹീറോയുടെ മാത്രമല്ല കേൾക്കുന്ന കുട്ടികളോട് പറഞ്ഞു വെരി കെയർഫുൾ എന്ന് വെച്ചാൽ ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് തരേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. അപ്പോ ആ ഒരു മെസ്സേജ് ഞാൻ ഷെയർ ചെയ്യുന്നു. എല്ലാ ഭാഗങ്ങളും നേരുന്നു. താങ്ക് യു. അത് എന്താന്നറിയോ, ആക്ച്വലി ഇതാണ് നമ്മള് പുസ്തകം മലയാളത്തിലാണ് പക്ഷെ കംപ്ലീറ്റ്ലി വായിച്ചെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഔട്ട്ലുക്ക് ആണല്ലോ കിട്ടുന്നത്. നമ്മൾ വായിച്ച ആ ഒരു ഇതിലാണല്ലോ. ബട്ട് ദെൻ ഞാനത് ഇംഗ്ലീഷിലാണ് വായിച്ചത്. പക്ഷെ മലയാളത്തിൽ ഇത് പറയണമെന്ന് വളരെ അധികം ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ പറഞ്ഞപ്പോ 2 ഭാഷയും കൂടി കലർന്നു പോയി. ബിക്കോസ് എനിക്കിങ്ങനെ സ്വിച്ച് ചെയ്യാൻ പറ്റിയില്ല ചില കോൺസെപ്റ്റ് ഒക്കെ. അതുകൊണ്ട് ചില ഉച്ചാരണങ്ങളും ചില വാക്കുകളൊക്കെ ഞാനിനി അബദ്ധവശാൽ ഇനി എന്തെങ്കിലും തെറ്റായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും റോങ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടൊന്നുമില്ല, അറിഞ്ഞുകൊണ്ട് അങ്ങനെ അബദ്ധത്തിൽ എന്റെ വായന്ന് അങ്ങനെ എന്തെങ്കിലും തെറ്റ് വീണിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ അഭിപ്രായത്തിൽ എല്ലാ മതവും വിമർശിക്കപ്പെടേണ്ടതാണ്. ഒരു ഇളയ സന്ധിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുകയും ബാക്കിയുള്ള 2 പേരും അതിഭയങ്കരമായിട്ട് റിവോൾട്ട് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തപ്പോഴത്തേക്കും ഇപ്പൊ ഒന്ന് തുറച്ചു നോക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സൂചിപ്പിക്കേണ്ടി വന്നത് പൊതുവായി, കേട്ടോ. ഓക്കെ, വളരെ ശരിയാണ്. ഞാൻ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ചില വാക്കുകളൊക്കെ അപ്പൊ തന്നെ കറക്റ്റ് ചെയ്ത് വിട്ടത്. ബിക്കോസ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഇപ്പൊ നമ്മളുടെ ഹിന്ദു മിത്തോളജിയിലാണ് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സിനാരിയോ ആണ് ഞാനിപ്പോ എടുത്തത്. അതിൻ്റെതായ ഒരു എനിക്കറിയാം അതിന്റെ ഒരു എന്താ പറയാ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ളത്. സോ ഞാൻ ഇടയ്ക്ക് കറക്റ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ കുറച്ച് കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഇൻ കേസ് എന്തെങ്കിലും മിസ് ഔട്ട് ആയിട്ടുണ്ടെങ്കിൽ ഐ ആം റിയലി സോറി അബൌട്ട് ദാറ്റ്. യാ ഇല്ല ഹീര, ഇറ്റ് ഈസ് ഓക്കെ. യുനോ ഈ എല്ലാ ടെക്സ്റ്റുകൾ ബേസിക്കലി ഇൻഫാക്ട് ആസ് യുനോ early as in 1960s or 40s, let us say, who is that novelist who wrote who was banned? He is called Bible, a confused novel. In fact, these are all stories. These are stories, and so you don't have to be very bothered about the reverence that you show to the characters. They are just characters who live out lives. That is the way we need to see them. Yes, D.H. Lawrence,
has called it Yeah, a confused novel. Okay. Yeah, but my point is, it's not like I am concerned, I'm personally concerned about the reverence I give to the character. It's just that it's a very sensitive, topic, or it's a sensitive vishayam for a lot of people out there. So, living in a country like this, obviously, I think we need to be very particular and clear about what we speak. We need to be very careful. So, our point of view, you need to take care, I guess, because one small slip from you and people might take that pinpoint that one particular thing, And the Not Jobin sir in was a one reading serious, fraternity, it is okay. Reading fraternity, it wouldn't be a problem at all. Jobin sir പക്ഷേ concern കൊണ്ട് Yes. പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അത് ഞാൻ Yeah. I appreciate what Jobin said, but still, what I'm saying is, ഞാൻ പറഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി ടെക്സ്റ്റുകൾ റിവ്യർ ചെയ്യാനുള്ള അല്ല, എടുത്ത് ക്രിട്ടിസൈസ് ചെയ്യാനുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു യു ഹാവ് ടു ലുക്ക് അറ്റ് ഇറ്റ് ഫ്രം ഡിഫറെന്റ് ആംഗിൾസ് എന്നുള്ളത്. ഗ്രാൻഡ് നാരേറ്റീവ്സും ഗ്രാൻഡ് ടെക്സ്റ്റുകളുടെയും കാലഘട്ടം ഈവൻ ഫ്രം ദ 40s തന്നെ തീർന്നതാണ്. അപ്പൊ പിന്നെ ഇപ്പോ there is അതിനെ റിവ്യർ ചെയ്യുന്നതിന്റെ പിന്നിൽ there are other political issues that comes in. So that isn't a problem at all. But I think, these are characters who have lived out their lives and, and they're fictional. Hold lesson. Yeah. Fictional, but very much living characters and living. Obviously. Yeah. So in that sense, it is. It is. Yeah. Need to be looked at very closely. അങ്ങനത്തെ ഒരു ഇത് വെച്ച് വായിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. That is good. Exactly. But then when it comes to religion, ma'am, the thing is, this book is to some extent a religious topic, and it's portraying a religious topic. So that is one thing we need to be very clear, it's a very delicate topic, I guess, for a lot of people. So that's why we need to take care when it comes to such things. So I mean, if everybody thinks in the same way, if it's a group of similarly thinking people, then it's probably completely okay. But then when we're not sure, it's always safer. I think it's safe to take a I understand. പറഞ്ഞതിൽ ഞാൻ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചോളാം കുറച്ചുകൂടെ. ഞാൻ റിവ്യൂസ് അങ്ങനെ ചെയ്തിട്ടില്ല ആ കാര്യമായിട്ട്. So എനിക്കങ്ങനെ ഹലോ, എല്ലാവർക്കും നമസ്കാരം. Hello, Santosh sir. Hira, I'm very happy to. I was listening to you always throughout, and I'm very happy. Thank you, that sir. you are presenting it in a very authentic way. Thank you so much. Look so authentic with all your specs and all. Thank you so much. Anti-glare glass ആയിരിക്കും, കുഴപ്പമില്ല. ആന്റി-ഗ്ലെയർ ആണ്, ബിക്കോസ് ലാപ്ടോപ്പിലൊക്കെ നോക്കിയല്ലേ കണ്ണൊന്നും എല്ലാ പിള്ളേരുടെ എല്ലാം മൂത്തപ്പോ ഇത് കാണാം. ഞങ്ങൾക്കിത് വളരെ സന്തോഷകരവും അഭിമാനകരവുമാണ്. ഞങ്ങളുടെ കുട്ടികൾ ഇങ്ങനെ വളരെ കോൺഫിഡന്റ് ആയിട്ട് വളരെ ഒത്തന്റിക് ആയിട്ടുള്ള പ്രസന്റേഷൻസ് നടത്തുകയും അതിന്റെ ചർച്ചകളിലൊക്കെ വളരെ സ്വാഭാവികമായി പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തുടക്കത്തിൽ പറയാനുള്ളത്, I am not surprised with your selection because I know very well about how ജോബ് ആണെങ്കിലും ജോയ് സാർ ആണെങ്കിലും ഭാരതീയ സംസ്കാരവും ഒക്കെ ആയിട്ട് വളരെ വളരെ അടുത്ത് പെരുമാറുന്നവരാണ് എന്ന് എനിക്ക് ശരിക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ I am not surprised with your selection. It is quite natural. Thank you. അടുത്ത കാര്യം, പുസ്തകങ്ങളുടെ അല്ലെങ്കിൽ കഥാകാരന്മാര് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ ഓരോ കഥാപാത്രത്തിൻ്റെയും ഭാവങ്ങളിലൂടെ അത് ചിലപ്പം ബഹുമാനത്തിൻ്റെ ആയിരിക്കാം, പരിഹാസത്തിൻ്റെ ആയിരിക്കാം, പരാജയത്തിൻ്റെ ആയിരിക്കാം, പരിക്ഷീണതയുടെ ആയിരിക്കാം. ഇതിലൂടെയെല്ലാം കടന്നു പോകുമ്പോൾ അതിലൂടെ സംഭവിക്കുന്നത് ഒരു ദേശത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ കഥ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാവങ്ങളെയൊക്കെ എല്ലാ കഥാപാത്രങ്ങളിലൂടെയും ആവിഷ്കരിച്ച് നമ്മളത് വായിക്കുമ്പോൾ എവിടെയൊക്കെയോ നമ്മളെ കണ്ടെത്തുന്നത് കൊണ്ടാണ് അതിന്റെ വാല്യൂ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇങ്ങനെ ഇത് വായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ആകെ മനപ്രയാസം. കാരണം ഒന്നും വായിക്കാത്ത ഒരു മനുഷ്യനാണ് ഞാൻ പറയുന്നത്. വായിക്കാത്തവരാണ് ഇതിനെ കയറേണ്ടതെന്നാണ്. കാരണം
വളരെ ഒരു അരമണിക്കൂർ അല്ല 1 മണിക്കൂർ സമയം കൊണ്ട് ഒരു പുസ്തകത്തെ പറ്റി വളരെ നല്ല ധാരണ കിട്ടുന്ന ഒരു വളരെ എന്താണ് പറയുന്നത് വളരെ ഒരു ഷോർട്ട് കട്ട് മെത്തഡാണ് ഇത്. അപ്പൊ അതുകൊണ്ടാണ് മടിയന്മാരായ എന്നെ പോലുള്ളവർ ഇതിനകത്ത് കയറുന്നതിന്റെ കാരണം. ഒരു പുസ്തകം വായിക്കാതെ അതിന്റെ എല്ലാ ആസ്വാദ്യതയും നമുക്ക് കിട്ടും. ഞാൻ ഇടയ്ക്ക് വീട്ടുകാര് മക്കളും ഭാര്യയൊക്കെ സിനിമ കാണുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കേ ചെല്ലുള്ളൂ. അപ്പൊ അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യിച്ചിട്ട് ആ സിനിമ അവിടം വരെ ഒന്ന് പറയാൻ അവർ പറയാൻ വലിയ ബുദ്ധിമുട്ടാ, സമ്മതിക്കില്ല, നിവൃത്തിയില്ലാത്തതുകൊണ്ട് പറഞ്ഞു തരും. അപ്പൊ എനിക്ക് വളരെ കുറച്ച് സമയം ചെലവഴിച്ച് അതിന്റെ മുഴുവൻ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയെടുക്കും. അത് ആസ്വാദ്യകരമായി മനസ്സിലാക്കാൻ എനിക്ക് അറിയാവുന്നതുകൊണ്ടായിരിക്കും എന്തായാലും. എനിവേ, അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ ഇപ്പം മഹാഭാരതവും രാമായണവും ഒക്കെ ഏതെടുത്താലും ഈ പറഞ്ഞ പോലെ ഒരു പേട്രിയാർക്കൽ ഇഷ്യൂ അതിനകത്ത് എപ്പോഴും ഉണ്ട്. അത് ഏത് സാഹചര്യത്തിൽ ഇന്നും നിലനിൽക്കുന്നു അത്. പക്ഷെ അതിലൂടെ സീതയായാലും ദ്രൗപദി ആയാലും കുന്തി ആയാലും ഒക്കെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ വളരെ ഈ പേട്രിയാർക്കിക്കകത്തൊരു വലിയ റെസ്പോൺസിബിലിറ്റിയുടെ ഒരു അംശമുണ്ട്. അത് അങ്ങോട്ട് പ്രൊജക്റ്റഡ് ആവുന്നില്ല. അതൊരു പ്രൊജക്റ്റഡ് ആവേണ്ട ഒരു കാര്യമാണ്. അത് വേണ്ടത്ര പാലിച്ചു പോന്നിട്ടില്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കാം അത് പ്രൊജക്റ്റഡ് ആവാത്തത്. അത് ഞാനൊരു ആ സൈഡിൽ നിന്നുകൊണ്ട് പറയുന്നതല്ല. അതിന്റെ യാഥാർത്ഥ്യത്തിൽ പേട്രിയാർക്കിക്കകത്ത് ഒരു വലിയ പ്രൊട്ടക്ഷന്റെയും വലിയ റെസ്പോൺസിബിലിറ്റിയുടെയും ചില ടേംസ് ഉണ്ട്. ആ ടേംസ് പല സ്ഥലത്ത് ലംഘിക്കപ്പെടുമ്പോഴാണ് അത് പ്രശ്നമായി വരുന്നത്. അതുകൊണ്ടായിരിക്കും അത് ഇപ്പോൾ കുറേശ്ശൊക്കെ നിലനിൽക്കുന്നതെന്നും എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ എന്തായാലും അത്തരത്തിൽ ഇതിന്റെ പല പല പരിപ്രേക്ഷ്യങ്ങൾ, അത് കൃഷ്ണയുടെ ഡയറക്ഷൻ ആയാലും മറ്റ് ആംഗിൾസ് ഒക്കെ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണല്ലോ ജീവിതത്തിന്റെ ഭാവങ്ങളെ പറ്റിയും അതിന്റെ പല പല പരിപ്രേക്ഷ്യങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പൊ അത്തരത്തിൽ പല പരിപ്രേക്ഷ്യങ്ങൾ പരിചയപ്പെടുത്തിയതിനുള്ള സന്തോഷം അറിയിക്കുന്നു. അത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തതിലുള്ള സന്തോഷം അറിയിക്കുന്നു. Thank you so much, sir. Thank you. ഹലോ. ഹായ് അതുല്യ. ഞാൻ ചേച്ചിന്ന് വിളിക്കാൻ ഇഷ്ടപ്പെടുന്നു. തീർച്ചയായും മോളെ, പിന്നെന്താണ് സന്തോഷം. ഓക്കെ. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടില്ല, ആദ്യം തന്നെ പറയാലോ. അപ്പം ഈ മഹാഭാരതം ഒരു റിലീജിയസ് പോർട്രേലിലൂടെ കാണാതെ അതൊരു ലിറ്ററേച്ചർ ആയിട്ട്, അതൊരു എപ്പിക് ആണല്ലോ, ആ ഒരു രീതിയിൽ ഒരു ലിറ്ററേച്ചർ ആയിട്ട് കാണുന്ന ആളാണ് ഞാൻ. അപ്പോൾ ആക്ച്വലി മഹാഭാരതം പോലെ ഒരു ലിറ്ററേച്ചർ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം ശരിക്കും വാസ്റ്റ് ആണ് ഓരോരുത്തരുടെ റോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ ഇതുപോലെ MDയുടെ 2-ാം ഊഴം ഞാനും വായിച്ചതാണ്. ഭീമസേനന്റെ കാഴ്ചപ്പാടിലൂടെ, മെന്റാലിറ്റിയിലൂടെ കടന്നു പോകുന്ന ഒരു പുസ്തകമാണ്, ഒരു എഴുത്താണ് അത്. അപ്പൊ നമ്മള് അത് വായിക്കുമ്പോൾ കറക്റ്റ് ഭീമന്റെ ആ ഒരു രീതിയിലൂടെ ആയിരിക്കും ചിന്തിക്കുന്നതും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ യജ്ഞസേനി ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഈ 2020 പബ്ലിഷ് ചെയ്ത വംശി കൃഷ്ണ എന്ന് പറയുന്ന ഒരു ഓതർ പബ്ലിഷ് ചെയ്ത ദ്രൗപദി, ഇന്ത്യസ് ഫസ്റ്റ് ഡോട്ടർ എന്ന് പറയുന്ന പുസ്തകം, ശരിക്കും ആ പുസ്തകം എന്ന് വെച്ചാല് അതൊരു മെന്നാണ് എഴുതിയിരിക്കുന്നത്. ശരിക്കും ഒരു വുമന്റെ കൺസെപ്റ്റിലൂടെ ശരിക്കും എഴുതിയിരിക്കുന്നത്. അത് ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലായിരുന്നാലും ശരിക്കും വിമന്റെ ആ ഒരു ഐഡിയോളജിയിൽ നിന്ന് എഴുതാനായിട്ട് ഒരു എഴുത്തുകാരന് കഴിഞ്ഞിട്ടുണ്ട്. പുള്ളി അതില് 100% കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് യെസ് ഓഫ് കോഴ്സ്. അപ്പോ ആ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്. അപ്പൊ യജ്ഞസേനി ഞാൻ വായിച്ചിട്ടില്ല. അതുപോലെ തന്നെ മഹാഭാരതത്തിന്റെ ഇത് പറയുകയാണെങ്കിൽ, മഹാഭാരതത്തില് മഹാഭാരത യുദ്ധത്തിന് കാരണമാവുന്നത് തന്നെ ദ്രൗപദിയാണ്. ആ യുദ്ധം അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന രീതിയിലാണ് വരുന്നത്. അപ്പോ അതിന് കാരണം ദ്രൗപദിയാണ്. ദ്രൗപദിയുടെ ബർത്തിനെ പറ്റി പറയുമ്പോ ദ്രൗപദിയുടെ അച്ഛനായ ദ്രുപദൻ പാഞ്ചാല ദേശത്തെ മഹാരാജാവ്. അപ്പൊ പാഞ്ചാലിയുടെ പേരിനെ പറ്റി ഇന്നും സമൂഹത്തില് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. 5 ഭർത്താക്കന്മാരുടെ ഭാര്യ ആയതുകൊണ്ടാണ് പാഞ്ചാലി. ഇപ്പൊ കളിയാക്കി തന്നെയും പറയും, എന്താണ് ഇങ്ങനെ പാഞ്ചാലി എന്ന് പറഞ്ഞ് കളിയാക്കാറുണ്ട്. പക്ഷെ ശരിക്കും പാഞ്ചാലി മഹാരാജാവിന്റെ പുത്രി ആയതുകൊണ്ടാണ് പാഞ്ചാലി എന്ന് പേര്. അതുപോലെ തന്നെ യജ്ഞസേനി, കൃഷ്ണ, ദ്രൗപദി, ഇതെല്ലാം പാഞ്ചാലിയുടെ പേര് തന്നെയാണ്.
അപ്പോൾ അതെ. പാഞ്ചാലി ജനിക്കുന്നത് യാഗാഗ്നിയിൽ നിന്നാണ്. ശരിക്കും ദ്രുപദന്റെ സുഹൃത്തായ ദ്രോണാചാര്യര്, ഗുരുവാണ്, പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യരോടുള്ള പക വീട്ടാൻ വേണ്ടിയിട്ട് ഒരു പുത്രന് ജന്മം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു യാഗം നടത്തുന്നു. ശരിക്കും യാഗത്തിൽ നിന്നൊരു പെങ്കൊച്ചിനെ കിട്ടത്തോളൂ എന്നൊരു അവസ്ഥ വരുമ്പോ ശരിക്കും ദ്രോണർക്ക് ദേഷ്യം വരികയാണ്. ദ്രോണർക്കല്ല, ദ്രുപദർക്ക്. ആക്ച്വലി പെൺകുട്ടിയും ദൃഷ്ടദ്യുമ്നനും ദൃഷ്ടദ്യുമ്നനും ജനിക്കും. പെൺകുട്ടിയെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ മകനെ കിട്ടുള്ളൂ എന്നൊരു സിറ്റുവേഷൻ ആണ്. അപ്പോ ആ ഒരു ദേശത്തിന്റെ പുറത്ത് എത്രയും സാക്രിഫൈസ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ഏറ്റവും അപമാനിക്കപ്പെടുന്ന ഒരു പെൺകുഞ്ഞിനെ ജന്മം, അങ്ങനെ ഒരു കുട്ടിയെ മതി എനിക്കെന്നുള്ള രീതിയിൽ അന്നേരം ഒരുപാട് ശാപങ്ങൾ സ്വന്തം പിതാവിന്റെ ഭാഗത്ത് നിന്ന് തന്നെ ലഭിച്ചുകൊണ്ടാണ് പാഞ്ചാലി ജനിക്കുന്നത് തന്നെ. പിന്നെ തന്റെ ജീവിതത്തിൽ ഒരുപാട് സ്റ്റേജസിൽ ഒരുപാട് അപമാനങ്ങൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്. ഇതുപോലെ അർജുനനെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ശ്രീകൃഷ്ണനും പാഞ്ചാലിയും തമ്മിൽ അങ്ങനെ ഒരു അഫെയർ അല്ലെങ്കിൽ പാഞ്ചാലിക്ക് കുട്ടി പ്രണയം എന്ന് ഉദ്ദേശിച്ച കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് അഫെയർ എന്നല്ല. അത് ഞാൻ പറഞ്ഞിരുന്നു, ഇറ്റ് ഈസ് ബിയോണ്ട് ഓൾ ലൈക്ക് earthly ഇമോഷൻസ്. അതെന്ന് പറഞ്ഞാൽ അവർ നമ്മളൊരു സോൾ ടു സോൾ കണക്ഷൻ ആണ് അവർ പറയുന്നത്. അത് അവർ തമ്മിൽ ഒരു നല്ല ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. അങ്ങനെ തന്നെ വിശ്വസിക്കാൻ. പാഞ്ചാലി അട്രാക്റ്റഡ് ആവുന്നു എന്ന് ഞാൻ അങ്ങനെ എനിക്ക് ഉൾക്കൊള്ളാൻ തീരെ പറ്റുന്നില്ല. ശരിക്കും കർണനോട് ഒരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതിൽ കുറച്ച് അതിലോട്ട് യോജിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ have you heard of this part of the story where എന്താ പറയാ നിതംബിനി എന്ന് പറയുന്ന സഖി പാഞ്ചാലി അല്ലെങ്കിൽ ദ്രൗപദിക്ക് ശ്രീകൃഷ്ണനെ വർണ്ണിക്കുകയാണ്. ആ വർണ്ണലയില് എന്താ പറയാ മോഹാലസ്യപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതിന്റെ ആ ശ്രീകൃഷ്ണനെ സങ്കല്പിച്ച ആ ഒരു ഇതില് അവളെ തന്നെ മനസ്സുകൊണ്ട് ആദ്യം സമർപ്പിച്ചത് ശ്രീകൃഷ്ണൻ എന്നൊരു ദൈവത്തിന് അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ തന്നെയാണ്. സോ അങ്ങനെ അത് ക്ലിയർലി ചിലപ്പോ ഞാൻ ഈ ഒരു പേഴ്സ്പെക്റ്റീവ്, പാഞ്ചാലിയുടെ ഒരു പേഴ്സ്പെക്റ്റീവ് ഈ ബുക്കിന് പ്രകാരം ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് എസ് എന്താ പറയാ ലൈക്ക് എന്താ പറയാ അർജുനനെ സ്വീകരിച്ച് കഴിഞ്ഞിട്ട് നോട്ട് ലൈക്ക് ഷി വാസ് അട്രാക്റ്റഡ് ടു ഹിം. പിന്നെ അവർ പറയുന്നത് വെച്ചാൽ ഒരു ദൈവികമായ ഒരു കണക്ഷൻ, അങ്ങനത്തെ ഒരു സ്നേഹബന്ധത്തിനെ കുറിച്ചാണ്. അതിന് സൗഹൃദം എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് ഫ്രണ്ട്ഷിപ്പ്, ഇറ്റ്സ് നോട്ട് ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് മോർ ദാൻ ഫ്രണ്ട്ഷിപ്പ് കൈൻഡ് ഓഫ് തിങ്, ബട്ട് ദെൻ ഇറ്റ്സ് ബിയോണ്ട് ഓൾ earthly friendships or earthly love, it's something, it's a divine thing. That is what she is describing, that is how she is describing it basically. അല്ലാതെ ഞാനങ്ങനെ അഫെയർ എന്നുള്ളൊരു കോൺസെപ്റ്റിലല്ല കേട്ടെ, അതല്ല കേട്ടോ, ഞാൻ അങ്ങനെയല്ല. 5 ഭർത്താക്കന്മാരുള്ളപ്പോഴും എന്താണ് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ശ്രീകൃഷ്ണന് തരാൻ പറ്റുന്ന ഒരു കെയറും കാര്യങ്ങളും ഒന്നും പാഞ്ചാലിക്ക് വേറെ എവിടെ നിന്നും കിട്ടുന്നില്ല. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അത് അത്രയും പ്യുവർ ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെയാണ് കൃഷ്ണൻ ശിശുപാലനെ മറ്റേ അശോക ചക്രം ഉപയോഗിച്ച് കൊല്ലുന്നത് ഇവരുടെ ഫ്രണ്ട്ഷിപ്പിനെ ചോദ്യം ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിലാണ്. 100 കുറ്റങ്ങൾ ഞാൻ ക്ഷമിച്ചു കൊള്ളാം, 101ാമത്തെ കുറ്റം വരുമ്പോ കൊല്ലും എന്ന് ശിശുപാലന്റെ മാതാവിന് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 101ാമത്തെ കുറ്റമായിരുന്നു ഇതുപോലെ കൃഷ്ണനെയും ദ്രൗപദിയും തമ്മിൽ ഓൺ ദി സ്പോട്ട് കൃഷ്ണൻ അശോക ചക്രം ഉപയോഗിച്ച് കൊല്ലുവാണ് ചെയ്യുന്നത്. അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു ആഴമാണ് അവിടെ കൃഷ്ണനിൽ നിന്നായാലും ദ്രൗപദിയിൽ നിന്നായാലും അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പിന്നീട് വരുമ്പോ ദ്രൗപദിക്ക് ഇപ്പൊ തന്നെ കൗരവരിൽ നിന്നൊക്കെ ദുശാസനിൽ നിന്നാലും ദുര്യോധനിൽ നിന്നായാലും ഒക്കെ നേരിടേണ്ടി വരുന്ന ആ ചൂതുസഭയിൽ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇപ്പം 5 ഭർത്താക്കന്മാരും അവരവരുടെ ഡ്യൂട്ടിയിൽ അവരവരുടെ റോളില് അവരവരുടെ ധർമ്മത്തിൽ വിശ്വസിച്ചിരുന്നു. ഇപ്പം ജ്യേഷ്ഠനെ അനുസരിക്കണം എന്നുള്ളത് അനുജന്മാരുടെ കടമയാണ് എന്ന് വിശ്വസിച്ച് എല്ലാം സഹിച്ചു നിൽക്കുന്ന ബാക്കി 4 സഹോദരങ്ങളും, ജ്യേഷ്ഠൻ എന്ന് വെച്ചാൽ ധർമ്മത്തിന് വേണ്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ ധർമ്മരാജന്റെ പുത്രനായതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആണ് സ്വർഗാരോഹണത്തില് അദ്ദേഹം മാത്രമേ എത്തിയുള്ളൂ സ്വർഗത്തിൽ. അദ്ദേഹവും ഒരു നായം ആ വന്ന നായ ധർമ്മരാജൻ. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ്. അപ്പം പാഞ്ചാലിക്ക് ശരിക്കും ആ സഭയില് ഭർത്താക്കന്മാരിൽ നിന്ന് പോലും ഒരു സേഫ്റ്റി വന്നില്ല. അപ്പോൾ ശ്രീകൃഷ്ണന്റെ ആ ഒരു ഇതാണ്. അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസിൽ നിന്നും വരുമ്പോ
പാഞ്ചാലിയുടെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും സെൽഫിഷ്നെസ് അല്ല, പിന്നീട് ഓരോ ഇത് ഒരു അനുഭവത്തിൽ നിന്നും പഠിക്കുന്നത് മറ്റുള്ള വുമൺസിനെ പറ്റിയാണ് ചിന്തിക്കുന്നത്. ഇതുപോലൊരു അവസ്ഥ ഇനി ഒരു വുമണിന് വരരുത്, എല്ലാ വുമണിനും വേണ്ടിയാണ് പാഞ്ചാലി തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെനിക്ക് അതുപോലെ തോന്നുന്നത് ഈ ലെറ്ററിന്റെ എൻഡ് ഓഫ് ദി ലെറ്ററില് പാഞ്ചാലി കൃത്യമായിട്ട് ഒരു 3 കാര്യങ്ങള് ശ്രീകൃഷ്ണൻ അവകാശപ്പെടുന്നുണ്ട്. ലൈക്ക് എന്താ പറയാ, അവസാനമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതിലൊന്നാണിത്, എനിക്ക് ഇന്ന് വന്ന ഈ അവസ്ഥ ഇനി ഒരിക്കലും ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ ഒരു സ്ത്രീക്കും വരരുത് എന്ന് പറയുന്നത്. മാത്രം ത്രൂ ഔട്ട് ദ ബുക്ക് കൃഷ്ണൻ പാഞ്ചാലി അല്ലെങ്കിൽ കൃഷ്ണൻ കൃഷ്ണ ബന്ധം വളരെ ഡിവൈൻ ആയിട്ടാണ് പോർട്രേ ചെയ്തേക്കുന്നത്. അതിലെന്ന് വെച്ചാൽ ഇപ്പോ ഒരു റോങ് സൈഡ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സൈഡ് അല്ലെങ്കിൽ അങ്ങനെ രീതിയിൽ ഒരു അട്രാക്ഷൻ അങ്ങനത്തെ രീതിയില് ഒരു ഇറ്റ് ഈസ് പോർട്രേഡ് ആസ് ലവ് ഓൺലി, ബട്ട് ദെൻ ഇറ്റ്സ് നോട്ട് ഹ്യൂമൻലി മാൻ ടു വുമൻ ലവ് ദറ്റ് യു തിങ്ക്. ഇറ്റ്സ് ബിയോണ്ട് ഓൾ ദാറ്റ്. അന്ന് അതേ സെയിം ലവ് തന്നെയാണ് കൃഷ്ണനും അർജുനനും നമ്മൾ പോർട്രേ ചെയ്തേക്കുന്നത്. അതെ. അപ്പോ എന്താണ് പാഞ്ചാലി പോയി കയ്യിൽ നിന്ന് പോയി. അന്നേരം അതല്ല ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നു, കർണന്റെ കർണനായിട്ടൊരു അട്രാക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു ചാരിയറ്റിന്റെ മകനാണ്, ആ ഒരു പ്രശ്നം. പിന്നെ പാഞ്ചാലി യുദ്ധത്തിന്റെ ടൈമിലായാലും കൃഷ്ണന് മുൻകൂട്ടി അറിയായിരുന്നു ആരൊക്കെ മരിക്കും എന്നുള്ളത്. പാഞ്ചാലി സ്വന്തം മക്കളെക്കാൾ കൂടുതൽ സ്നേഹിച്ചത് അഭിമന്യുവിനെയാണ്. സുഭദ്രയുടെയും അർജുനന്റെയും മകനായ അഭിമന്യു. ശരിക്കും പാഞ്ചാലിയുടെ ചൂടാമണികളൊക്കെ കെട്ടിക്കൊടുത്തൊരു ആയുസിന്റെ നിലനിർത്താൻ വേണ്ടിയിട്ടൊരു രേഖയൊക്കെ കെട്ടിക്കൊടുക്കുന്നുണ്ട്. പക്ഷെ അതെല്ലാം നഷ്ടപ്പെടുന്ന പാഞ്ചാലിക്ക് അറിയാം അഭിമന്യു മരിക്കും, അതുപോലെ മക്കളെല്ലാം മരിക്കും, എല്ലാം നാശം സംഭവിക്കും എന്ന് പാഞ്ചാലിയും മനസ്സിലാക്കുന്നുണ്ട്, കൃഷ്ണൻ പറയുന്നുണ്ട്. എന്നിട്ടും സ്വന്തം നഷ്ടങ്ങളൊക്കെ വരുമെന്ന് അറിഞ്ഞിട്ടും ഈ യുദ്ധം വേണ്ടാന്ന് പാഞ്ചാലി വെക്കുന്നില്ല. ആ യുദ്ധത്തിലോട്ട് നടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അത് സ്വാർത്ഥതയല്ല, ശരിക്കും ഇനിയൊരു ജനറേഷൻ അതെ, സ്വാർത്ഥമായിട്ട് ചിന്തിക്കാതെ അവരുടെ സൈഡിൽ ഇപ്പം എക്സാക്ട്ലി മോള് പറഞ്ഞൊരു കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ, അതായത് ഇത്രയും അനുഭവങ്ങൾ ഉണ്ടായിട്ടും ഒരുപക്ഷെ അവൾക്ക് വേണമെങ്കിൽ തടയാമായിരുന്നു, അവൾക്ക് അവളുടേതായ ഒരു സന്തോഷകരമായ ജീവിതം കിട്ടുമായിരുന്നു. എന്നിട്ടും അതായത് ഇപ്പൊ എൻഡ് ഓഫ് ദി ഡേ ഇപ്പൊ പഞ്ചപാണ്ഡവന്മാരിലെ മറ്റു 4 പേരെയും ഭർത്താക്കന്മാരായിട്ട് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് എൻഡ് ഓഫ് ദി ഡേ ചോയ്സ് പാഞ്ചാലിക്ക് കൊടുത്തിരുന്നു. അന്നേരം അവളുടെ എന്താ പറയാ, അവൾ അത്രയും ആഗ്രഹിച്ചവളുടെ ഒരേ ഒരു ആഗ്രഹം എന്ന രീതിയിൽ ആഗ്രഹിച്ച അർജുനനെ ഒറ്റയ്ക്ക് കിട്ടുമായിരുന്നിട്ടും എന്താ പറയാ, അവളുടെ സ്വന്തം ഹോൾ ലൈഫ് അവള് സാക്രിഫൈസ് ചെയ്തു. അതുപോലെ അത് വളരെ അവസാന നിമിഷവും ഇങ്ങനെ ശപഥം നിറവേറ്റാനായിട്ട്, അത് മറ്റ് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു യുദ്ധം കണ്ടക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൽ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും. അതുപോലെ തന്നെ ദുശാസനന്റെ രക്തം കൊണ്ട്, മാറി പിളർന്ന രക്തം കൊണ്ട് കേശം അലങ്കരിക്കണമെന്ന് ഭീമനോട് അഭ്യർത്ഥിക്കുന്നത്. ആ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാണ് പാഞ്ചാലി കൂളാവുന്നത്. പക്ഷെ അതിൽ നിന്ന് ഒന്നും നേടാൻ പറ്റിയില്ല പാഞ്ചാലിക്ക്. സത്യത്തില് ഈ യുദ്ധം കൊണ്ട് ഒന്നും നേടാൻ പറ്റില്ല, ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റിയില്ല എന്നൊരു റിയലൈസേഷൻ കൂടി വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും തന്റെ ലൈഫ് മറ്റു വുമൺസിന് സമർപ്പിക്കുന്നതായിട്ടാണ് പാഞ്ചാലി. ശരിക്കും നമ്മളിപ്പോ പുരാണങ്ങളൊക്കെ എടുക്കുകയാണെങ്കിലും മഹാഭാരതം തന്നെ എടുക്കുകയാണെങ്കിലും ഇതുപോലെ മഹാഭാരതത്തിൽ ഒരുപാട് വിമൻസ് ഉണ്ട്, ഒരുപാട് സാക്രിഫൈസ് ചെയ്ത്. ഇപ്പം ഗാന്ധാരി ആയിക്കോട്ടെ, ശരിക്കും അങ്ങനെ എല്ലാ മഹാഭാരതത്തിലെ ഒരുവിധം എല്ലാ സ്ത്രീകളും അറിയപ്പെടുന്ന ദേവീസായിട്ട് അറിയപ്പെടുന്ന എല്ലാ സ്ത്രീകളും അത്യാവശ്യം അവരുടേതായ രീതിയിൽ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ നേരിട്ടവരാണ്. സ്ത്രീകളെ ശരിക്കും പുരാണങ്ങളിലൊക്കെ പോർട്രേ ചെയ്യുന്നത് ഇങ്ങനെ ഒരു സാഡിസ്റ്റ് കഥാപാത്രമായിട്ട്. നമ്മൾ നോക്കുമ്പോ എന്താ പറയുന്നത്, അവര് ദേവിയാണ്, അവർ ഇതൊക്കെ ചെയ്യുന്നു, അവരിതൊക്കെ സാക്രിഫൈസ് ചെയ്യുന്നു, ഭയങ്കര ജനറസ് ആണ്, ഭയങ്കര സെൽഫ്ലെസ് ആണ് കാണുന്നത്. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ഉള്ളിലുണ്ടാവുന്ന കോൺഫ്ലിക്ട്സ് എന്തൊക്കെ സഹിച്ചാണ്. സ്വന്തം ആഗ്രഹങ്ങൾ, എല്ലാവരെയും പോലെ മനുഷ്യരാണ് അവരും, അവരുടെ സ്വന്തം ആഗ്രഹങ്ങളും എല്ലാം നശിച്ചുകൊണ്ട് അത് കടിച്ചു പിടിച്ച് എന്താ പറയാ സഹിച്ച് ഇതൊക്കെ ചെയ്യുന്ന ആ ഒരു മാനസികാവസ്ഥ. ഐ തിങ്ക് അതുല്യ ഞാനും വായിച്ചത് എൻഡ് ഓഫ് ദി ഡേ സെയിം ബുക്സ് തന്നെയാണ്. ബട്ട് ദെൻ ഐ തിങ്ക് you have a stronger like I don't know, you would probably get 1 point more because you read it from പിന്നെയും ഒരു പെണ്ണിന്റെ പെർസ്പെക്ടീവ് ഏതാണെന്ന് വെച്ചാൽ that is a very difficult thing to do, I think.
അത് I think it's really good that you read that book. ഇതും കൂടെ ഒന്ന് വായിച്ചു നോക്കട്ടെ എന്തായാലും. Yes, of course. Okay, okay. Even if you don't read also അതെ, it's fine. ഞാനും Taste പ്രതിഭ റായിയുടെ രീതിയിൽ ഞാനും കൂടി ഒന്ന് വായിച്ചു നോക്കാം. അതെ അതെ ദ്രൗപദി അല്ലേ? ഞാൻ വായിക്കണം എന്ന് ദ്രൗപദി, വിചാരിച്ചിട്ടുണ്ട്. ഇന്ത്യസ് But I ഫസ്റ്റ് heard about ഡോട്ടർ. this one particular book. അതുകൊണ്ട് ഓക്കെ. ഒരു ബുക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഇതുപോലെ തന്നെ രണ്ടാമൂഴം. അതായത് ഭീമന്റെയും ദ്രൗപദിന്റെയും അല്ലാതെ വേറെ ഒരാളുടെ പെർസ്പെക്റ്റീവിലും കൂടി ഈ മഹാഭാരത ചരിത്രം എഴുതിയിട്ടുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. ബട്ട് എനിക്ക് ഐ ഡോണ്ട് റിമെമ്പർ. എനിക്ക് അതിന്റെ ആ ഒരു ഐഡിയ ഇല്ല ആരാണ് എനിക്ക് ഒന്ന് അന്വേഷിച്ച് നോക്കണം. പാലസ് ഓഫ് ഇല്യൂഷൻസ് ആണോ? എന്നാ പാലസ് ഓഫ് ഇല്യൂഷൻസ്, പാലസ് ഓഫ് ഇല്യൂഷൻസ് എന്ന് പാലസ് പറഞ്ഞിട്ട് ഓഫ് ഇല്യൂഷൻസ് I'm not sure. No, not ദ്രൗപദിന്റെ പെർസ്പെക്റ്റീവ് അല്ല കേട്ടോ. It's like ഭീമന്റെയും ദ്രൗപദിന്റെയും പെർസ്പെക്റ്റീവ്സ് ഇവർ ഓൾറെഡി കവേർഡ് അല്ലേ? ലൈക്ക് രണ്ടാമൂഴത്തിൽ നിന്നും യജ്ഞസേന ആണെങ്കിലും അതുല്യ പറഞ്ഞ ദ്രൗപദി എന്ന് പറഞ്ഞ ബുക്കിലാണെങ്കിലും വേറെ ഈ പാണ്ഡവന്മാരിൽ തന്നെ വേറെ അത് I don't know I don't know who's, but then വേറെ ഇതിലെ ഒരു മെയിൻ ഒരു ക്യാരക്ടറിന്റെ പെർസ്പെക്റ്റീവിലും കൂടി ഈ ബുക്ക് എഴുതിയതായിട്ട് എനിക്ക് അറിയാമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ബുക്കും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് ആയിട്ട് ആരാണ് ബുക്കിന്റെ പേര് ഓർമ്മയില്ല. അപ്പൊ എപ്പോഴെങ്കിലും എനിക്ക് ഈ ചിത്ര ബാനർജി ദിവാകരുണയുടെ പാലസ് ഓഫ് ഇല്യൂഷൻസ്, അതിനകത്ത് ഈ പറയുന്ന പോലെ ദ്രൗപദിയുടെ വ്യൂ പോയിന്റിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ അതിനകത്ത് ആ ഇത്രയും ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൽ റിഫ്ലക്ഷൻ വരുന്നില്ല. എനിക്ക് തോന്നുന്നു ആ ഒരു ചെറിയ ഒരു പ്ലോട്ടിന്റെ മാത്രം ചെറിയൊരു മഹാഭാരതം എന്ന് പറഞ്ഞിട്ട് ഇറ്റ്സ് നോട്ട് എ സിംഗിൾ പ്ലോട്ട്. ഒരു സിംഗിൾ പ്ലോട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഒരു എപ്പിക് ആണല്ലോ. അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ അതിനകത്ത് ഡീൽ ചെയ്യുന്നുള്ളൂ ദിവാകരുണയുടെ ബുക്കിനകത്ത്, പാലസ് ഓഫ് ഇല്യൂഷൻസിനകത്ത്. അത് ദ്രൗപദിയുടെ പെർസ്പെക്റ്റീവിലാണ് പാലസ് ഓഫ് ഇല്യൂഷൻസ് വരുന്നത്. പാലസ് ഓഫ് ഇല്യൂഷൻസ് ഒക്കെ ഇതിന്റെ കൂടെ തന്നെ ആഡ് ചെയ്തൊരു ഷോർട്ട് സ്റ്റോറി പറയാം. മഹാശ്വേത ദേവിയുടെ ദ്രൗപദി എന്ന് പറഞ്ഞിട്ട് ഷോർട്ട് സ്റ്റോറി ഉണ്ട്. അതില് ദ്രൗപദി നോർത്ത് ഈസ്റ്റിലുള്ള ഒരു നക്സലൈറ്റ് മൂവ്മെന്റുമായിട്ട് റിലേറ്റ് ചെയ്താണ് സ്റ്റോറി പറയുന്നത്. അപ്പൊ ഇതിലെ മെയിൻ വുമൺ ക്യാരക്ടറിനെ ദ്രൗപദി എന്നാണ് നെയിം ചെയ്തേക്കുന്നത്. സോ ഓൾറെഡി നോർത്ത് ഈസ്റ്റ് തന്നെ ജോഗ്രഫിക്കലി അല്ലെങ്കിൽ ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ഇതില് കുറച്ചും കൂടെ മാർജിനലൈസ് ചെയ്തേക്കുന്ന ഒരു ഏരിയ ആണ്. ആൻഡ് ദ മെയിൻ ക്യാരക്ടർ ഇസ് എ വുമൺ. ഓൾസോ ഷീ ഈസ് നെയിംഡ് ദ്രൗപദി. അപ്പൊ ഇതെല്ലാം കൊണ്ടും തന്നെ ആ ഒരു രീതി പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ക്യാരക്ടറിനെ മെയിൻ പോലീസ് തന്നെ പിടിച്ചുകൊണ്ടുപോയി റേപ്പ് ചെയ്യുന്ന, ഡിസ്ട്രോബ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പൊ അതില് മഹാശ്വേത ദേവി ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു അല്ലെങ്കിൽ ഉയർത്തിപ്പിടിച്ച് ചോദിക്കുന്ന ഒരു സംഭവം, കൃഷ്ണൻ വന്നില്ല ഇവിടെ സേവ് ചെയ്യാൻ, ലൈക്ക് ഡിസ്ട്രോബ് ചെയ്യുന്ന ടൈമില് കൃഷ്ണൻ ആരും വന്നില്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ ആ ഒരു എപ്പിക്കിന്റെ സംഭവത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ടുവാർഡ്സ് ദി എൻഡ് ആ ഒരു ഇതില് ആസ് എ വുമൺ എന്താണോ അത് ഓവർകം ചെയ്ത് വരുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സോ എനിക്ക് തോന്നുന്നു I did not get it right. I'm really sorry, Toh. I don't know how I got it wrong. Mojana, right? Okay, nice name, dear. And book in the pair na മഹേശ്വേത ദേവിയുടെ ദ്രൗപദി ഷോർട്ട് സ്റ്റോറി. ഇറ്റ്സ് എ ഷോർട്ട് സ്റ്റോറി. പിന്നെ വേറെ കുറെ പോയംസ് ഉണ്ട്. സുതാപ ഭട്ടാചാര്യയുടെ ദ്രൗപദി എന്ന് പറഞ്ഞ പോയം ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കുറെ ഫെമിനിസ്റ്റിക് ഓതേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു പേര് തന്നെ യൂട്ടിലൈസ് ചെയ്ത് കുറെ എഴുതുന്നുണ്ട് ഇതിനെതിരായിട്ട്. കുറച്ചും കൂടി എംപവേർഡ് വുമനെ കാണിക്കാൻ. അപ്പം ഈ റീഡർ അല്ലെങ്കിൽ വായിക്കുന്നവരുടെ ഇടയ്ക്കും പിന്നെ ഈ ഒരു പോസ്റ്റ് മോഡേൺ അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലും എല്ലാത്തിലും തന്നെ ദ്രൗപദി എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് മോർ എ പവർഫുൾ വേർഡ്. ഈ ഒരു ഇതില് വളരെ പവർഫുൾ ആണ് ആ വേർഡ് തന്നെ. പാഞ്ചാലി എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഒരു മലയാളികളാണെന്ന് തോന്നുന്നു ഇത്രയും കളിയാക്കി, അല്ലെങ്കിൽ നമ്മുടെ ഈ കോമഡി ഷോസിലൊക്കെ വരുന്ന ഒരു സംഭവമല്ലേ, അല്ലെങ്കിൽ നീ പാഞ്ചാലി ആണോ എന്ന് ചോദിക്കുന്ന. അതാണ് അതിന്റെ ഒരു അതാണ് എന്റെ മെയിൻ കോൺട്രവേഴ്സി. 5 ഭർത്താക്കന്മാരുണ്ടായിട്ടും 5 പേരിലും ദ്രൗപദി പവിത്ര എന്ന് പറയുന്നത് ഷീ വാസ് സതി അല്ലേ, അങ്ങനെ ഇതിൽ തന്നെ പറഞ്ഞ. എന്നിട്ടും അവളുടെ കാസറ്റിക്ക് യാതൊരു എന്താ പറയാ ഒരു ഭംഗം വരാതെ അവളെ ഇങ്ങനെ നോക്കിയിട്ടും എന്തുകൊണ്ട് ഷീ ഈസ് ബീങ് റിഗാർഡഡ് ആസ് ഇംപ്യൂർ? This was not her choice. അതായത് ലോർഡ് ശ്രീകൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് ഇവൾ അതിനു വേണ്ടി ജനിച്ചവളാണ്. ഷി വാസ് മെന്റ് ടു ഡു ഇറ്റ്. ഇറ്റ് വാസ് നോട്ട് ഹർ ചോയ്സ് എൻഡ് ഓഫ് ദി ഡേ. എന്നിട്ടും അവൾ എന്തുകൊണ്ട് എന്താ പറയാ പരിഹാസത്തിന് കഥാപാത്രമായി മാറുന്നു? റീവിഷനിങ്സ് വരുമ്പോ ദ്രൗപദി
ബാക്കി എല്ലാവരെക്കാൾ കുറച്ചും കൂടി പവർഫുൾ ആയിട്ട്, അല്ലെങ്കിൽ സീതയുടെ അത്ര നല്ല നരേറ്റീവ്സ് വരുന്നില്ല. കുറച്ചുകൂടി ദ്രൗപദിയുടെ പോയിന്റ് ഓഫ് വ്യൂ പറയുമ്പോൾ മറ്റേ ഹോൾ ആ ഒരു പേട്രിയാർക്കിനെ, ആ ഒരു സിസ്റ്റത്തിനെ മൊത്തം ക്വസ്റ്റ്യൻ ചെയ്യുന്നതായിട്ടും വരുന്നുണ്ട്. ചേച്ചി നന്നായിട്ട് പ്രസന്റ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഞാനില്ലേ പ്രസന്റ് ചെയ്തിട്ടൊന്നുമില്ല ബുക്ക് റിവ്യൂ. ഞാനിങ്ങനെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെച്ചാൽ നല്ല ബുക്കാണ്, എനിക്ക് ഇങ്ങനത്തെ ബുക്സ് ഭയങ്കര ഇഷ്ടമാണ്. സോ ഞാൻ അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ചെയ്തേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ റെസ്പോണ്ടിങ്. തുല്യ മോചന. ഞാൻ പറയാൻ വിട്ട കാര്യമാണ്. ശരിക്കും വെരി നൈസ് ടു ഹിയർ യു. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അതുപോലെ നല്ല രീതിയിൽ കൺവേ ചെയ്തു ആ ബുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂല് ശരിക്കും ഇഷ്ടപ്പെട്ടു. താങ്ക് യു ചേച്ചി. താങ്ക് യു സോ മച്ച്. ഓക്കെ. തീർച്ചയായും ചേച്ചി നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പൊ കൂടാതെ ചർച്ചകളും കൂടി കൂടി വന്നു കഴിഞ്ഞപ്പോ നല്ലൊരു ഈ മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട് കുറെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ സാധിച്ചു. പല പുസ്തകങ്ങളെ കുറിച്ചും ഒക്കെ അറിയാൻ സാധിച്ചു. വളരെ സന്തോഷം. താങ്ക് യു. നൈസ്. ഓക്കെ, എന്തായാലും എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നല്ലോ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ശരിക്കും ഒത്തിരി നന്ദിയുണ്ട്. അതിനുള്ള വേണ്ടിയിട്ട് എനിക്ക് റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ എല്ലാത്തിലും ഇന്ററാക്ട് ചെയ്ത എല്ലാ ടീച്ചേഴ്സ്, സിന്ധു മാം, എല്ലാവരും, സജി ടീച്ചറ്, ജോബിൻ സർ, സന്തോഷ് സർ, ജിജി മാഷ്, മോചന, അതുല്യ, നൈസ്, മെറിൻ. ഓക്കെ, ഇതിൽ കേട്ടിരുന്ന ഇത്രയും നേരം സഹായിച്ച എല്ലാവർക്കും എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് ഓക്കെ, പിന്നെ ഇപ്പോഴേ എന്താ പറയാ, ലൈക്ക് ടു ഓൾ ദി സ്റ്റുഡൻസ്, യു ഡൂയിങ് എ ഗ്രേറ്റ് തിങ് ഈ ഒരു കാലഘട്ടത്തിൽ. ബിക്കോസ് എൻ്റെ അടുത്ത് എല്ലാവരും പറയും ഇപ്പൊ മിക്ക ബുക്സും ഇതുപോലെ തന്നെ മൂവി ആയിട്ട് മാറുന്നുണ്ടല്ലേ. സോ വൈ ബോദർ, ഇത്ര എഫേർട്ട് എടുത്തൊരു ബുക്ക് വായിക്കേണ്ട ആവശ്യമുണ്ടോ വെൻ യു ക്യാൻ ആക്ച്വലി വാച്ച് ദ മൂവി വിച്ച് ഇസ് എ ലോട്ട് ഈസിയർ ആൻഡ് മോർ എന്റർടൈനിങ്. ബട്ട് ദെൻ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ബുക്ക് മൂവി ആക്കുമ്പോൾ നമ്മളത് കാണുന്നത് അത് ഡയറക്റ്റ് ചെയ്ത ഒരാളുടെ പെർസ്പെക്റ്റീവ് ആണ്, അയാളുടെ കാഴ്ചപ്പാടാണ്, അയാൾ ക്രിയേറ്റ് ചെയ്ത ക്യാരക്ടേഴ്സ് ആണ് അയാളുടെ മനസ്സിൽ. പക്ഷെ നമ്മളൊരു ബുക്ക് വായിക്കുമ്പോൾ നമ്മുടെ സ്വന്തമാണ്. അതായത് ഞാനിപ്പോ ഒരു ബുക്ക് വായിക്കുമ്പോൾ എന്റെ മനസ്സിൽ പ്രത്യക്ഷപ്പെടുന്ന ക്യാരക്ടേഴ്സോ രൂപങ്ങളോ ആയിരിക്കില്ല ഇപ്പൊ മോചനയോ അതുല്യോ മരുനോ നൈസോ ബുക്ക് വായിക്കുമ്പോൾ പ്രത്യക്ഷപ്പെടുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് എന്താ പറയാ, നമ്മളുടെ സ്വന്തമായിട്ടുള്ള ഒരു ലോകത്തിലേക്ക് അങ്ങ് മുഴുകി പോകുന്ന ഒരു ഫീലിംഗ് ആണ് എനിക്ക് ബുക്ക് വായിക്കുമ്പോൾ കിട്ടാറ്. സോ ഞാനെപ്പോഴും എന്താ പറയാ, മൂവി കാണുന്നേക്കാളും ഉപരി ബുക്ക് വായിക്കുന്നത് തന്നെയാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. ഇപ്പോഴത്തെ ഒരു കാലത്ത് വായന എന്ന് പറയുക കുറഞ്ഞു വരികയെന്ന് തോന്നുന്നു. ഈവൻ എല്ലാവരും ഇപ്പൊ ബുക്കിനേക്കാളും കൂടുതൽ ഇ ബുക്കായി മാറുന്നുണ്ട്. അതും കണ്ണിനൊന്നും അത്ര നല്ലതല്ല. സോ ബുക്കൊക്കെ വായിക്കുക എല്ലാവരും, നല്ലതായിരിക്കും. അത്രേ ഉള്ളൂ. എനിവേസ്, താങ്ക് യു സോ മച്ച് ഗൈസ്. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓക്കെ. പുസ്തക ചർച്ച ഇവിടെ സമാപിക്കുമെന്ന് വിശ്വസിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായി സജി മിസ്സിനെ സ്വാഗതം ചെയ്യുന്നു. Respected all, we started this event on June 19th, and little did we know that this would be such a great success. And I should thank Vincy. I suppose Vincy is in the meeting, for actually taking the initiative. I wasn't at all enthused about holding anything because of the lukewarm response generally we get from students. But librarian Gigi Marsh and Bensi were very persistent about this, and they started it, and it went on to be a big success. And all the responses that we got from our first year students show how big a success it became. And also down the line now, this is the first among the monthly meetings that we are holding. And Hira Job did a wonderful presentation of her work. And there is one more thing I just wanted to mention, Hira. There is also a Hindi movie
Kaliyug. കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? I have seen this movie. This came out in the 80s. Kaliyug, and Rekha here is the central character who is. This is based on the template. Actually, it takes up the template of Mahabharata. The rival between two. Not brothers, in fact, two business houses. Those are brothers, actually. Brothers are Ambani Sahodarangala pole, and rivalry between the two business houses, and where you have the central character Rekha, who approximates Panchali, and the force she brings to this character. This just came to my mind because you were talking about visuals. Visuals. As Jameson says, visuals are a surreal without an unconscious. They don't leave a what you call a residue, but when they operate, they catch you. So they catch your whole sensorium. Anganeyanu visuals operate cheyana. Whereas reading gives you more thinking room. That is one thing about reading, and if you actually get into reading, you understand how really it gives you opportunity to live several lives. So that is one thing I feel students who go through a humanities course, in fact everyone should, not just humanities, irrespective of across disciplines, everyone should be reading and experience the multiple experiences they can have through reading. And I'm really glad that Hira, Daisy is a very good friend of mine, and I'm glad, and I'm not tagging Hira to Daisy, but what I'm trying to say is that she has by example shown you how to excel, and you have excelled. You have done a wonderful book review here, and thank you Hira for coming to this function and coming to this event and presenting this book so wonderfully. Thank you. And I also thank all the students who joined. I thank all the teachers who were here. Once again, a special thanks to Gigi Matai, our librarian, who always takes all the initiative to make this event actually happen. ഈ ആഴ്ച തുടക്കം മുതലേ വിളിച്ചു തുടങ്ങിയത് തന്നെ മിസ് എന്തായി നടക്കുക, ഇതിന്റെ ലിങ്ക് ഇടുന്നതിനെ കുറിച്ചും എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ചു. സോ താങ്ക് യു. Thanks to everyone who participated, and I would also invite all the students to participate in the discussions also. Students in a Korekudi discussion participate cheyana. I'm sure they have their own versions to say, but please don't hesitate. Do come up and speak. We have been speaking all along. We want to hear you speak. So one more thing, Sajay ma'am. First of all, thank you so much. Thank you so much for giving me this opportunity. I am honored actually to be a part of this. And I just got to know that Mochana ma'am, I'm really sorry. I thought you were a student. I'm really sorry about that. Okay, I mean your name, first of all, it's quite, I don't know, it sounded a kind of studenty to me, like a modern name, really good name and all. I did not know that you were a teacher. I'm extremely sorry. Okay. No need to worry, Hira. She's very young. She just joined our college. She was our student too. Maybe of your age. Okay. But then end of the day, I think I sort of called her Mojana Kutti or something. I'm really sorry. No. That's okay. That's fine. Yeah. She would be. Yeah. Thank you so okay. much. So once again, thanks everyone, and until we meet next time. Okay. Thank you. Good day to everyone. All right. Okay, bye. Okay, thank you. ഇന്നത്തെ നമ്മുടെ പുസ്തക ചർച്ച സമാപിച്ചതായി അറിയിച്ചുകൊള്ളുന്നു.